വിസിബിൾ ആണോ സ്ക്രീന്? Yes, sir. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആറിന് ആ ഒരു ടൈപ്പ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ ഇമേജസ് ആൻഡ് വീഡിയോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബോക്സ് ഒക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യില്ലേ, ലൈൻസ്, ബോക്സ്, സർക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ഒബ്ജക്റ്റിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ. സോ വീഡിയോസിലും അതിലൊക്കെ ചെയ്യാനും പിന്നെ ഇമേജസിലും ആണിത് മെയിനായിട്ട് യൂസ് ചെയ്യുക. കളേഴ്സായിട്ട് ഇങ്ങനെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അതേപോലെ ഈ രീതിയിൽ യൂസ് ചെയ്യില്ലേ ബോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. അതിന് 2-3 ലൈബ്രറീസ് യൂസ് ചെയ്യും. ഓപ്പൺ സി വി, പിന്നെ വീഡിയോൻ്റെ ഒക്കെ കൂടുതലും യോളോ ആണ് യൂസ് ചെയ്യുക. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പൺ സി വി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇന്ന് ഓപ്പൺ സി വിയുടെ ആ ഒരു ഇത് മാത്രം പറഞ്ഞുതരാം. കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്തുതരാം. ഓക്കെ. സോ ഇത് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം കൂടി വരുന്ന പോലെ ഒരു കോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറേ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഇതിനൊക്കെ ഉണ്ട്. സോ മെയിൻ ഒരു നോട്ട്ബുക്കിൽ എത്ര വരണോ അതാണ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. സോ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്തായിരുന്ന ഡാറ്റ സെറ്റിലെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു 6 കാറ്റഗറി ആയിട്ട് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ എന്തെങ്കിലും ചെയ്തായിരുന്നത്? ബിൽഡിങ്സ്, ഫോറസ്റ്റ്, ഗ്ലേസിയർ, മൗണ്ടെയിൻ ആൻഡ് സീ, സ്ട്രീറ്റ്, 6 കാറ്റഗറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ സെയിം ഡാറ്റ സെറ്റ് തന്നെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇമേജസിൽ അതിൻ്റെ ഇമേജിൻ്റെ പ്രോസസ്സിങ്ങും ഒരു ബോക്സിങ്, ലൈനിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ് ലെവൽസ്, ബ്രൈറ്റ്നസ് ലെവൽസ് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നത്. സോ ഇതിലൊരു ഓവർവ്യൂ തരാം. ഇതിപ്പോൾ ഇമേജിൻ്റെ ജസ്റ്റ് ഓരോ രീതിയിൽ അതിനെങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു പ്രോസസ്സിൽ നോക്കുന്നത്. അതിൻ്റെ ചാനൽസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ചാനൽസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്തിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ നമ്മൾ. സോ CNN കുറച്ച് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് CNN ചെയ്യാൻ പറ്റും. ഈ ഓപ്പൺ സി വിയുടെ യൂസ് കേസും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ആ ഒരു ഇമേജസ് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്രീ പ്രോസസ്സിങ് ചെയ്തിട്ട് ഡാറ്റ ക്ലീൻ ചെയ്യൂലേ, അതേപോലെയാണ് ഈ ഒരു ഓപ്പൺ സി വി എന്നുള്ളത് ഇമേജിൻ്റെ പല യൂസ് കേസിന് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഷേപ്സ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. പിന്നെ ആ ഡിറ്റക്റ്റ് ചെയ്ത പ്ലേസസിൽ നമ്മൾ ബോക്സസ് ക്രിയേറ്റ് ചെയ്തു. ഇത് ഇപ്പോൾ പ്രീ ട്രെയിൻഡ് മോഡൽസ് അല്ല യൂസ് ചെയ്തേക്കണേ, ജസ്റ്റ് നമ്മൾ കോഡ് വെച്ചിട്ട് ചെയ്തേക്കണം. അതുകൊണ്ട് അത്ര ഭയങ്കര പെർഫെക്റ്റായിട്ട് ബോക്സിങ്, ഈ ഒരു ടൈപ്പ് ഓഫ് ബോക്സിങ് അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ഓൾറെഡി ഹെവി ഡാറ്റയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രീ ട്രെയിൻഡ് മോഡലിന് അത് ഈസി ആയിട്ട് പറ്റും. സോ നമ്മൾ ആ ജസ്റ്റ് ഓപ്പൺ സി വി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആ ഒബ്ജക്ട്സ് ഫൈൻഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഈ ഒരു ബോക്സ് അപ്ലൈ ചെയ്യുക. ദെൻ ലാർജസ്റ്റ് റീജിയൻ, അതിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്ട്സ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെ മാർക്ക് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഷേപ്സ്, ഇത് ഓരോ ഇമേജിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഒബ്ജക്ട്സ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയൻ ഇങ്ങനെ റാൻഡംലി ചൂസ് ചെയ്തിട്ട് തരും. സോ നമ്മൾ ചെയ്ത ടോട്ടൽ പ്രോസസ്സുകളൊന്ന് ഒരു ഫോർ ലൂപ്പിലിട്ടിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ അതിൻ്റെ കൗണ്ട്സും കാര്യങ്ങളും, പിന്നെ ഓരോന്നിൻ്റെയും RGB ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ചാനൽസ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇമേജസ് വരുമ്പോൾ കളർ ഇമേജസും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസും ഉണ്ട്.
കളർ ഇമേജസിലാണെന്നുണ്ടെങ്കിൽ 3 ചാനലാണ് വരിക. 3 ചാനൽ എന്ന് പറയുമ്പോൾ ആ ഒരു പിക്സൽസിനെ അവിടെ കൊടുക്കുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ. പക്ഷേ ഓപ്പൺ സി വിയിൽ വരുമ്പോൾ ആ ഒരു പ്രോസസ്സിങ് ബ്ലൂ, ഗ്രീന്, റെഡ് എന്നുള്ള ഫോർമാറ്റിലാണ്. അതാണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യാനുള്ള ഫോർമാറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ നോർമൽ ഇമേജസിലും മാറ്റ്പ്ലോട്ലിബിലൊക്കെ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ഒരു ചാനൽസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സിയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി പ്രോസസ്സ് ചെയ്യാൻ എളുപ്പത്തിന് ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ടാണ് യൂസ് ചെയ്യുക. സോ അതിൻ്റെ ചാനൽസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കാണിച്ചേക്കണേ. ദെൻ അത് ഓരോന്നും സെപ്പറേറ്റ്. ദെൻ ഈ ഓരോ ഇമേജസിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്രയാണ് റെഡ്, ഗ്രീൻ, ബ്ലൂ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് അതിൻ്റെ ഹ്യൂ, സാച്ചുറേഷൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇമേജസിൽ ഇങ്ങനെ കാണിക്കില്ലേ ഓരോന്നിൻ്റെ റേഞ്ച്, ഹ്യൂ എത്ര കൂട്ടണം, ബ്രൈറ്റ്നസ് എത്ര കൂട്ടണം, സാച്ചുറേഷൻ എത്ര കൂട്ടണം, ടോൺസ് എങ്ങനെ സെറ്റ് ചെയ്യണം. സോ ഇതിൽ ഫുൾ ആൻഡ് ഫുൾ ആ ഒരു എക്സ് വൈ കോർഡിനേറ്റ്സ്, വിഡ്ത്ത്, ഹൈറ്റ്സ് അങ്ങനെയാണ് ടോട്ടൽ ഇതിൽ യൂസ് ചെയ്യുക. ഇതിൽ മെട്രിസസ്, നേരത്തെ പറഞ്ഞ കേണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജസിൻ്റെ ഫുള്ള് ഇമേജ് പ്രോസസ്സ് ചെയ്യാണ്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രം അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യുന്നതാണ് കേണൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഡിറ്റക്ഷൻ ചെയ്യുമ്പോൾ ഒരു മാസ്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഫുൾ ആൻഡ് ഫുള്ള് മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കണേ. അതിൽ ആ ഒരു റീജിയൻസിൽ സെർട്ടൻ വാല്യൂസ് വരുന്നില്ല. ഓരോ പിക്സൽസിനും സെർട്ടൻ വാല്യൂസ് അവിടെ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ കൊടുക്കാം? ഇവിടെ ഈ പ്രസൻ്റ് ആയ പിക്സൽസ് മാത്രമായിരിക്കും ഒരു വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. സോ 0 to 255 റേഞ്ചിലാണ് അവിടെ കൊടുക്കുന്നത്. സോ 255 മൂന്നിടത്തും വരികയാണെന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ആണ്, 0 മൂന്നിടത്തും വരികയാണ്. റെഡിലും ഗ്രീനിലും ബ്ലൂയിലും 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആണ്. റെഡിലും ഗ്രീനിലും ബ്ലൂയിലും 255 വരികയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആണ്. സോ ഓരോ സ്പേസിൽ ഇപ്പോൾ റെഡിൻ്റെ 255 ബാക്കിയുള്ള രണ്ടും 0 വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റെഡ് മാത്രമാണ് വരുന്നത്. ഗ്രീനിൻ്റെ മാത്രം 255ഉം ബാക്കിയുള്ള രണ്ടും ആറിൻ്റെയും ബ്ലൂവിൻ്റെയും 0 വരികയാണ്. ഗ്രീനിൻ്റെ മാത്രം 255 വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീനാണ് ഡിസ്പ്ലേ ആവുക. സോ ഓരോ കളറിന് അതിൻ്റേതായിട്ടുള്ളൊരു റേഞ്ച് ഉണ്ടാവും, 0 to 255 എന്നുള്ള റേഞ്ചിൽ. ആ റേഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു പിക്സൽസ് ഫൈൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ത്രഷോൾഡ്സ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്ത് ടൈപ്പാണ് ഉള്ളതെന്നൊക്കെ അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒന്നുകൂടി നോയ്സും ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കേണൽസ് എന്നുള്ള യൂസ് ചെയ്തേക്കണം. ദെൻ മോർഫോളജിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ എല്ലാം ഒന്നും പഠിക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് മെയിനായിട്ട് വരുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ പ്രോസസ്സിങ് ഉണ്ട്. ഓപ്പൺ സി വിയുടെ ആ ഒരു ലൈബ്രറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ഈ ഡോക്യുമെൻറ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നമ്മൾ പാണ്ടാസൊക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ, സോ അതേപോലെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പൺ സി, ദ കോർ ഫങ്ഷനാലിറ്റി, ഇമേജ് പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇമേജ് അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ്, അതിൻ്റെ സ്മൂത്തിങ് ഇമേജസ്. സോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള യൂസ് കേസസ് ഇതിലുണ്ടാവും. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോളോ അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ്ങിന് മുന്നേ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പൺ സി വി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് GPU കണക്ട് ചെയ്തിട്ട് കുഡ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഉണ്ടല്ലോ, സോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ദെൻ സോ ഇതിലുള്ള എല്ലാം മെൻഷൻ ചെയ്തിട്ടില്ല, എല്ലാം
യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേ ടൈം ആവും. ഓപ്പൺ സി വി മാത്രം അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ടാവും. ആൻഡ് യോളോയിലും അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്യാവശ്യം അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്ത് ആ ഒരു ഡാറ്റ സെറ്റിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുക. സോ നമ്മൾ ഇമേജ് ഡാറ്റ സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നേരത്തെ യൂസ് ചെയ്ത ആ ഒരു 6 കാറ്റഗറീസിൻ്റെ ലൈബ്രറി തന്നെയാണ്, ആ ഒരു ഡാറ്റ സെറ്റ് തന്നെയാണ്. ഇതാണ് അതിൽ വരുന്ന ഇമേജസ്. സോ ആദ്യത്തെ ടൈപ്പിൽ നമ്മളിവിടുന്ന് ഈ ട്രെയിനിങ് എന്നുള്ള അതിൽ നിന്ന് തന്നെയാണ് റീഡ് ചെയ്തേക്കണേ. സോ അതിൽ ട്രെയിനിങ്ങിൽ വരുന്നതാണ് 6 കാറ്റഗറീസ്: ബിൽഡിങ്സ്, ഫോറസ്റ്റ്, ഗ്ലേസിയർ, മൗണ്ടെയിൻ ആൻഡ് സീ. സോ ഇവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിൽ നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവും. ഒരു 2500 സംതിങ് ഓരോന്നിലും ഉണ്ടാവും. സോ അടുത്ത ഫോറസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടാവും. ഇത് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ സെറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ 6 കാറ്റഗറീസ് ആണ് ഇവിടെ ഉള്ളത്. സോ അതിന് നോട്ട്ബുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ VS Code ഇല്ല എല്ലാവരും. ഓക്കെ, ഈ ഒരു ഇത് ടൈപ്പ് ചെയ്താൽ മതി. ഇതൊന്നും ടൈപ്പ് ചെയ്യണ്ട, ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നത് പിപ്പ് ഇൻസ്റ്റാൾ ഓപ്പൺ സി വി പൈത്തൺ. മാറ്റ്പ്ലോട്ട്ലിബും ന്യൂമറിക്കൽ പൈത്തണും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. സോ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നത് നമ്മൾ ടെൻസർഫ്ലോ ഇൻസ്റ്റാൾ ചെയ്യിച്ചില്ലേ, അതേപോലെ പിപ്പ് ഇൻസ്റ്റാൾ ഓപ്പൺ സി വി പൈത്തൺ ടൈപ്പ് ചെയ്യാം. അതേപോലെ പൈത്തൻ്റെ എൻവയോൺമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോണ്ട ആണെന്നുണ്ടെങ്കിൽ കോണ്ട ആക്ടിവേറ്റ് എന്താണോ എൻവയോൺമെൻറ്റിൻ്റെ നെയിം അത് പാസ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ സി വി ഇത് ഇത്രയും കൊടുത്താണ്. ഹൈഫണാണ്, _ അല്ല. 40 MB എന്തും ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യും. കംപ്ലീറ്റ് ആയി പറയണേ. ടൈപ്പ് ചെയ്തോ? ലോഡ് ചെയ്യാൻ റണ്ണായിക്കോട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറീസ് ആണ്. അതിൽ ഇമ്പോർട്ട് അൻഷാദ് ഈ കമ്പ്യൂട്ടർ CNN ക്ലാസ് ഉണ്ടായിരുന്നോ? കംപ്ലീറ്റ് ആയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? തിയറി മാത്രമേ കേട്ടിട്ടുള്ളൂ? അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല?
ഏത്? ഈ ഡാറ്റ സെറ്റ് ഇല്ല ഇല്ല. കുഴപ്പമില്ല, എന്നാൽ കോഡ് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്ന് ചോദിച്ചാൽ ആ ഞാൻ പാത്ത് തരാം, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെ കയ്യിലും ഇല്ലേ ഡാറ്റ സെറ്റ്? അന്ന് ഡൗൺലോഡ് ചെയ്ത് ഇത് വേറെയാണ്, ഓപ്പൺ സി വി ആണ്. അന്ന് CNN ചെയ്തത്. ഡാറ്റ സെറ്റ് സെയിം തന്നെ യൂസ് ചെയ്യണം, അതിലത്തെ ഒരു പാർട്ട് യൂസ് ചെയ്യണമെന്നുള്ളൂ. അവിടെ നിന്ന് ഓരോ ഇമേജസ് എടുക്കും. ഇമേജസിൽ നമ്മൾ പ്രോസസ്സിങ് ചെയ്യില്ലേ, ഇപ്പോൾ അതിൻ്റെ ബോക്സ് വരയ്ക്കുക, ലൈൻസ് വരയ്ക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ. മറ്റേത് ക്ലാസിഫിക്കേഷൻ മാത്രമായിരുന്നു, CNN ക്ലാസിഫിക്കേഷൻ മാത്രമായിരുന്നു അന്ന് ചെയ്തത്. അതായത് ആ ഇമേജ് എന്ത് ടൈപ്പാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുക, ആ ഒരു ടൈപ്പ് മാത്രമാണ് അന്ന് ചെയ്തത്. അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അത് എന്ത് പിക്ചറാണെന്നുള്ള ഇതിലാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തായിരുന്നു. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. ഇമേജസൊക്കെ ഇപ്പോൾ ആ ബോക്സസൊക്കെ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യില്ല ഒബ്ജക്റ്റ് ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഒരു ക്ലീനിങ്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹാൻഡ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യില്ലേ, ഹാൻഡ് ട്രാക്കിംഗ് മീൻസ് ഈ ടൈപ്പിലൊക്കെ ചെയ്യില്ലേ. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പിനാണ് ഓപ്പൺ സി വി കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഈ പോയിൻറ്റിങ്, അതിൻ്റെ ഷേപ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഓപ്പൺ സി വി കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഡാറ്റ സെറ്റ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഡ്രൈവിലല്ല, കാഗിളിലുണ്ട്. അത് കുറച്ച് സൈസ് ഉണ്ട്. ഡാറ്റ സെറ്റ് പോവാം, ഡാറ്റ സെറ്റ് പോയിട്ട് ഇൻ്റൽ ഇമേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇൻ്റൽ ഇമേജ് സെർച്ച് ചെയ്തിട്ട് ഈ ഫസ്റ്റ് വരുന്ന ഒരു 1727 ഇത് കാണിക്കുന്ന ഒരു ഇതുണ്ടാവും, പുനീത് ബൻസാൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ പോവാം, ഇതിൽ പോയിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തിട്ട് ആ ഒരു സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണ ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഓപ്പൺ സി വി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസാണ് ഡിഫക്റ്റ് ഡിറ്റക്ഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും ഒബ്ജക്ട്സോ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ ആ ഹാൻഡിൻ്റെ കുറേ പോയിൻറ്റ്സ് കണ്ടില്ലേ, അതേപോലെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്സും ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും അനോമലീസ് ഉണ്ട് ആ ഒരു ഷേപ്സിലും ഇതിലൊക്കെ, ഡെൻസോ അല്ലെങ്കിൽ ക്രാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ സേഫ്റ്റി മോണിറ്ററിങ്, സസ്പീഷ്യസ് ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽത്ത് കെയറിൽ ഇപ്പോൾ ട്യൂമറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാൻസറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സർട്ടൻ ഷേപ്സ് ഉണ്ടാവും. സോ ആ ഒരു ഷേപ്സ് ചേഞ്ച് ആകുമ്പോഴാണ് ഇതിനെ ക്യാൻസർ എന്ന് വിളിക്കാൻ പറ്റുക. സോ ആ ഒരു ടൈപ്പിൽ. പിന്നെ ഓട്ടോണോമസ് ഡ്രൈവിങ്ങിൽ CNN യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഓപ്പൺ സി വി വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത ഇമേജസ് ആണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് CNN മോസ്റ്റ് ഓഫ് ദി ടൈംസ് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഡോക്യുമെൻ്റ് അണ്ടർസ്റ്റാൻഡിങ്, OCR ഒക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമ്മളിത് ഏറ്റവും ബെറ്റർ ഏതാണോ അത് വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ സേഫ്റ്റി മോണിറ്ററിങ്ങിനൊക്കെ ഈ ഒരു ഓപ്പൺ സി വി എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് OS എന്നുള്ള ഇതിൻ്റെ പാത്ത് കുറേ വരുന്നുണ്ട്. ഇവിടുന്ന്
ലോഡ് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് OS ഇമ്പോർട്ട് ചെയ്തു തന്നു. പിന്നെ റാൻഡമായിട്ട് നമ്മളിപ്പോൾ നമ്പയിൽ റാൻഡമായിട്ട് നമ്പേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ മെട്രിക്സിൽ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് റാൻഡം എന്നുള്ള ഇമ്പോർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു OpenCV എന്ന് പറഞ്ഞിട്ടുള്ള അത് കോൾ ചെയ്യുന്നത് ഇമ്പോർട്ട് CV2 എന്നാണ്. CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ കമ്പ്യൂട്ടർ വിഷൻ അതിൻ്റെ ലൈബ്രറിയാണ് ഈ ഒരു OpenCV എന്ന് പറഞ്ഞിട്ടുള്ളത്. OpenCV YOLO അതൊക്കെ വരുന്നത്. സോ ഇമ്പോർട്ട് CV2 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ദെൻ NumPy ആൻഡ് Pandas ഈ പ്രോസസ്സിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് Matplotlib ആൻഡ് PyPlot-PLT എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തു. നമ്മൾ നേരത്തെ ആ ഒരു CNN-ൻ്റെ കേസിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ഡാറ്റ സെറ്റ് പാത്ത് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കൊടുത്തു. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഫോൾഡേഴ്സ് ഉണ്ടായിരുന്നു. എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ഒരു സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ എഗെയിൻ ഒരു ഫോൾഡർ ഉണ്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇമേജസും ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന്ന് റീഡ് ചെയ്യിപ്പിക്കുകയാണ് എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇത് തെറ്റായിട്ടാണ് കൊടുത്തേക്കണമെങ്കിൽ അത് കറക്റ്റ് പാത്തല്ല എന്നുണ്ടെങ്കിൽ എറർ ആയിരിക്കും വരിക. ഇനിയിപ്പോൾ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ അവിടെ എത്ര ക്ലാസ് ഉണ്ട് നോക്കും. സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ എത്ര ക്ലാസ് ഉള്ളൂ, ഈ ഒരു ഒറ്റ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ മാത്രമേ ഉള്ളൂ. സോ അതായിട്ട് മിസ്ലീഡ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ കറക്റ്റ് പാത്ത് തന്നെ കൊടുക്കുക. ദെൻ സോർട്ടഡ്, ഇങ്ങനെ പാത്ത് റീഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു OS, നമ്മുടെ സിസ്റ്റം OSൻ്റെ ഇതുണ്ടല്ലോ, അവിടെ നിന്ന് ഓരോന്നിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാനൊക്കെയാണ് OS എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ സോർട്ടഡ് OS.list ഡയറക്ടറി ഡാറ്റാ സെറ്റ് പാത്ത്. സോ ഇവിടെ നിന്ന് എന്തൊക്കെ നമ്മൾ LS എന്ന് പറഞ്ഞിട്ട് കമാൻഡ് കൊടുക്കില്ലേ, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, സെയിം തന്നെയാണ് OS.list ഡയറക്ടറി. ടെർമിനലിൽ പോയിട്ട് LS പാത്ത് അടിച്ചിട്ട് LS എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ടോ അതൊക്കെ വരും. സോ അതുതന്നെയാണ് ഇവിടെയും കൊടുത്ത് ഒരു സോർട്ട് ചെയ്തിട്ട്. സോ അത് ഈ ഒരു ഓർഡറിൽ ആദ്യം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇങ്ങനെ ലോഡ് ചെയ്ത് വരും. സോ പ്രിൻ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൽ ആ ഒരു ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ആവും. സോ ഇത്രയും എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്, ഇത്രയും ഡാറ്റാ സെറ്റിൻ്റെ എലമെൻറ്റ്സ്. സോ അത് ഓർഡറായിട്ട് വന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കില്ലേ ഡാറ്റയിൽ, അതേപോലെ ഇവിടെ എന്തോരം ഇമേജ് കൗണ്ട്സ് വരുന്നുണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഒരു ഡിക്ഷണറി ആയിട്ട് ഓപ്പൺ ചെയ്തു. ഡിക്ഷണറിയിൽ എന്താ ഉണ്ടാവുക, കീയും വാല്യൂസും ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് വരേണ്ടത് കീ എന്ന് പറയുന്നത് ആ ഒരു എന്തൊക്കെ ടൈപ്പ് ഒബ്ജക്ട്സ് വരുന്നുണ്ടോ അതും, വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കൗണ്ടുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡിക്ഷണറി എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലായോ? ഓക്കെ. ദെൻ അടുത്തത് നമ്മളത് ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് ആ ക്ലാസ്സസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ആ ഒരു ക്ലാസ്സസിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഇമേജസ് ഉണ്ടോ അത് എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്സ് എന്നുള്ളതിൽ എത്രമാത്രം ഇമേജസ് വരുന്നുണ്ട് എന്നാണ്. ഇത് ഓൾറെഡി ടോട്ടലി പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. 2000 ആ ഒരു റേഞ്ചിലാണ് എല്ലാ ഇമേജസും കൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ക്ലാസ് നെയിം ഇൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ളത്, ഇവിടെ ഈ ഒരു 6 ആണുള്ളത്. സോ അതിൻ്റെ ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെയിംസ് ബിൽഡിങ്സ്, ഫോറസ്റ്റ്, ഗ്ലേസിയർ, മൗണ്ടൻ. ഫോർ ഐ ഇൻ ക്ലാസ്സസ് എന്ന് കൊടുത്താലും ഫോർ ക്ലാസ് നെയിം ഇൻ ക്ലാസ്സസ് എന്ന് കൊടുത്താലും റീഡ് ചെയ്യുന്ന ഒരേപോലെ ആയിരിക്കും. ദെൻ ക്ലാസ് പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, os.path.join ഡാറ്റാ സെറ്റ് പാത്തും ക്ലാസ് നെയിമും. ഡാറ്റാ സെറ്റ് പാത്ത് എന്താ കൊടുത്തേക്കണേ, സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള എഗെയിൻ ഒരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പോയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. സോ ആ ഒരു പാത്തും ആ ഒരു പാത്തിൻ്റെ ഉള്ളിലുള്ള ക്ലാസ് നെയിംസ്, സോ ഇതിൻ്റെ ഉള്ളിലാണ് ചെക്ക് ചെയ്യേണ്ടത്. സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്നുള്ള ഇതിൻ്റെ ഉള്ളിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ട്രെയിനിന് ചെക്ക് ചെയ്യുമ്പോൾ ഈ 6 കാറ്റഗറീസ് ഉണ്ട്. ആ 6 കാറ്റഗറീസും അതിൻ്റെ ക്ലാസ് നെയിംസുമായിട്ട് മാച്ച് ചെയ്യുക. os.path.join എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കണം നമ്മൾ, ഇപ്പോൾ ജോയിൻ ഒരു ഡെലിമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഇടയിൽ ആ ഒരു ഡെലിമീറ്റർ വെച്ചിട്ട്
ജോയിൻ ചെയ്യുക. കോമ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു കോമ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, OS ഡോട്ട് ഈ പാത്ത് ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. എന്തൊക്കെ വെച്ചിട്ടാണ്? ഡാറ്റ സെറ്റ് പാത്തും ക്ലാസ് നെയിമും വെച്ചിട്ട്. സോ ഈ ഡാറ്റ സെറ്റ് പാത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. അത് ഈ ഒരു ക്ലാസ് നെയിമുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്ലാസ് പാത്തായിട്ട് എടുക്കുക. ദെൻ അടുത്ത എന്താ ചെയ്യണ്ടേ, ഇമേജ് കൗണ്ട്സ് ഒരു ലിസ്റ്റായിട്ടാണ് പാസ് ചെയ്തേക്കണേ ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട്. സോ ലിസ്റ്റായിട്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കൊടുത്താൽ എന്താ വരിക, ഇപ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ലെങ്ത്ത് കൊടുത്താൽ എന്താ വരിക, എലമെൻസിൻ്റെ കൗണ്ടാണ്. സോ ഇവിടെ ക്ലാസ്സസ് 6 കൊടുത്തിട്ടുണ്ട്. 6 കൊടുത്തിട്ട് ആ ഡാറ്റ സെറ്റ് പാത്തും അതിൻ്റെ ക്ലാസ് നെയിംസും തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലാസ് പാത്ത് എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഇമേജിൻ്റെ കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് നെയിമുമായിട്ട് മാച്ച് ചെയ്യുന്ന അതിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെങ്ത്തിൽ അത് പാസ് ചെയ്യുന്നത്. ക്ലാസ് പാത്തിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട് അതിനെ ടോട്ടലി, ഇപ്പോൾ ഈ ഇതിൽ 2000 ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഓരോന്നിനെയും ലിസ്റ്റായിട്ടാകും പാസ് ചെയ്തിട്ടുണ്ടാവുക. ടോട്ടലി ലിസ്റ്റായിട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് എടുക്കുമ്പോൾ ടോട്ടലി ഇതിൻ്റെ ഉള്ളിൽ എത്ര കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റായിട്ട് ചെയ്യാമെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഏറ്റവും താഴത്തായിരിക്കും അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. കോമയിട്ടിട്ടാണല്ലോ കൊടുക്കുക, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് എലമെൻറ്റ്സ്. സോ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ അതിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ ആ ലിസ്റ്റ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LS എന്ന് പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ഇപ്പോൾ ടെർമിനൽ എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്യണം, പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി അതിൽ LS കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആ ഒരു ഫയൽസ് മൊത്തം ഇതിൽ വരും. ഓക്കെ, അപ്പോൾ ഇതേ കമാൻഡാണ് അവിടെയും കൊടുക്കുന്നത്. ഈ പാത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ലിസ്റ്റ് ഡയറക്ടറി കൊടുക്കുക. ലിസ്റ്റ് ഡയറക്ടറി കൊടുക്കുമ്പോൾ അതിലുള്ള എല്ലാം വരും. അതിനെ ഒരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്ലാസ് നെയിംസിൻ്റെ ഉള്ളിൽ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് എടുക്കുമ്പോൾ ഇതിനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കീയും വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇമേജ് കൗണ്ട്സിലെ ക്ലാസ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ദെൻ അതിൻ്റെ ഓരോ കൗണ്ടും കാണിക്കുന്നു. ദെൻ എത്ര വെച്ചിട്ടുണ്ടെന്ന് വിഷ്വലൈസ് ഡാറ്റ സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഓരോന്നിലും എത്ര എണ്ണം വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന ഓർഡർ തന്നെയാണ് മാറ്റ്പ്ലോട്ലിബിൻ്റെ. ഇമേജ് കൗണ്ട്സ് കീ വാല്യൂ പെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അവിടെ ഡിക്ഷണറി ആയിട്ടാണ് പാസ് ചെയ്തത്. ഇമേജ് കൗണ്ട്സിൻ്റെ കീസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ നെയിംസ്, ബിൽഡിങ്, ഗ്ലേസിയർ, ഫോറസ്റ്റ്, ആ ഒരു നെയിംസ് ആണ് കീസായിട്ട് വരുന്നത്. ഇമേജ് കൗണ്ട്സിൻ്റെ വാല്യൂസ്. സോ ഇതാണ് അതിൻ്റെ കീസായിട്ട് വരുന്നത്. ദെൻ ഇവിടേക്ക് വാല്യൂസായിട്ടും വരുന്നുണ്ട്. സോ plt.bar ഇമേജ് കൗണ്ട് ഡോട്ട് കീസും എക്സും വൈയും ആയിട്ട് പാസ് ചെയ്യില്ല നമ്മൾ, എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട്. plt.bar plot എന്ന് പറഞ്ഞിട്ട് ബാർന്നോ ബാർ പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് SNSലായാലും PLTയിലായാലും എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ലേ. എക്സ് ആക്സിസിൽ എന്താ വരേണ്ടത്, വൈ ആക്സിസിൽ എന്താ വരേണ്ടത് എന്നുള്ളത്. സോ എക്സ് ആക്സിസിൽ ഇതിൽ അതിൻ്റെ കീസാണ് വരേണ്ടത്, ഇവിടെ വാല്യൂസാണ് വരേണ്ടത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെ കൊടുത്ത് എന്താ പ്ലോട്ട് ചെയ്യുക, എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് എക്സിൽ എന്താണോ ഉള്ളത് അതിൻ്റെ വാല്യൂസും വൈയിൽ എന്താണോ ഉള്ളത് അതിൻ്റെ വാല്യൂസും ആണ് പ്ലോട്ട് ചെയ്യുക. ക്ലിയർ ആണോ ഇത്? ഓക്കെ അല്ലേ? സോ ഈ എക്സിന് പകരം ഇവിടെ ഇമേജ് കൗണ്ട്സിൻ്റെ കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയിംസ് ഇല്ലേ, ഫോറസ്റ്റ്, ബിൽഡിങ്സ്, ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്ര ഈ ഒരു നെയിംസ് എക്സ്റ്റിക് ലേബൽസിൽ വരുന്ന ആ ഒരു നെയിംസാണ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ്, ഈ കൗണ്ട് ഉണ്ടല്ലോ, ഈ കൗണ്ടാണ് വാല്യൂസ് ആയിട്ട് വരുന്നത്. അത് വൈയിലും പാസ് ചെയ്യും. ഓക്കെ, സോ
ടൈറ്റിലും എക്സ് ലേബലും വൈ ലേബലും എക്സ്ട്രിക്സ് ഒരു റൊട്ടേഷനും കൂടെയും കൊടുക്കുന്നുണ്ട്. എക്സ്ട്രിക്ട് ലേബൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് 20 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കണം, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ദെൻ plt.show എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിന്നൊരു റാൻഡം ആയിട്ടുള്ള ഇമേജ് ചൂസ് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റേഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് ഇമേജ് എടുക്കണമെന്നേ ഉള്ളൂ. ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഇവിടെ എടുക്കുന്നില്ല. ഇമേജ് പ്രോസസ്സ് ചെയ്യലും ആ ഒരു ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡാറ്റ സെറ്റ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സെലക്റ്റഡ് ക്ലാസ് എടുക്കുകയാണ്. റാൻഡം ഡോട്ട് ചോയ്സ് ക്ലാസ്സസിൽ എന്താ ഉള്ളത്? ഈ ഒരു 6 കാറ്റഗറി ഉണ്ട്. സോ അതിൽ ഒരു ക്ലാസ് റാൻഡമായിട്ട് ചൂസ് ചെയ്യണം. ഇത് ഓരോ വട്ടം റൺ ചെയ്യിക്കുമ്പോഴും വേറെ വേറെ ക്ലാസ്സാണ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിലെന്താ ചൂസ് ചെയ്യുക? ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ അടുത്തത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ റൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ്, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, റാൻഡമായിട്ടാണ് ചൂസ് ചെയ്യുന്നത് നേരത്തെ. അതുകൊണ്ടാണ് ആ ഒരു റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്തത്. ജസ്റ്റ് റാൻഡംലി ഓരോ ഇത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ദെൻ ക്ലാസ് പാത്ത് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ ആ ഒരു ഡാറ്റ സെറ്റ് പാത്തും സെലക്റ്റഡ് ക്ലാസ്സും കൂടി ജോയിൻ ചെയ്യിക്കുക. ഇനി ഈ ഒരു ക്ലാസ് പാത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ പാത്ത് സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ, എഗെയിൻ ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ചെക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള ക്ലാസ്സസ്. സോ ആ ഒരു സെലക്റ്റഡ് ക്ലാസ് ഇപ്പോൾ ഇതിൽ സി എന്ന് പറഞ്ഞിട്ടാണ് മാച്ച് ചെയ്തെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റേഷൻ ട്രെയിനിൻ്റെ ഉള്ളിൽ 2 സെഗ്മെൻറ്റേഷൻ ട്രെയിൻ ഉണ്ടല്ലോ ഇവിടെ. സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഉണ്ട് ഇവിടെ. സോ അതിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഫൈൻഡ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലുള്ള ഇമേജസ് ആണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലാസ് പാത്ത് സെറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ റാൻഡം ആയിട്ട് ഒരു ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഇതിൽ എത്ര ക്ലാസ് ഉണ്ട്? ഇമേജസ്? ബിൽഡിങ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഗ്ലേസിയർ ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, സീ ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്. 6 അല്ലേ ഉള്ളത്? ഈ 6 ഏതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഇമേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ആ 6 ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. സോ അതിന് ഇപ്പോൾ റാൻഡംലി ചൂസ് ചെയ്യുമ്പോൾ ഏത് വേണമെങ്കിലും വരാം. അഗെയിൻ റീറൺ ചെയ്യിക്കുമ്പോൾ വേറെ ടൈപ്പ് ആകാൻ വരും. ഇപ്പോൾ സി എന്നുള്ളതാണ് കിടക്കുന്നത്, റണ്ണോൾ കൊടുക്കുമ്പോൾ റാൻഡം ആയതുകൊണ്ട് അടുത്ത ടൈപ്പ് വരും. മേ ബി സി എന്നാണ് വരിക, അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് ഏതെങ്കിലുമൊക്കെ വരും. ഗ്ലേസിയർന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റോ ബിൽഡിങ്സോ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ആ എടുത്ത ഒരു ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തതിൽ സ്ട്രീറ്റ് എന്നാണ് വന്നത്. സോ ആ ഒരു എടുത്ത ക്ലാസ് ഉണ്ടാവില്ല, റാൻഡമായിട്ട് ചൂസ് ചെയ്തത്. അതിനെ അടുത്തതിൽ കൊണ്ടുപോകുമ്പോൾ ക്ലാസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഒരു വേരിയബിൾ നെയിമായിട്ട് ഈക്വൽ ടു OS. ഇതാണ് OSൻ്റെ ഒരു യൂസേജസ്. OS പാത്ത് ഈസ് എയ്തർ പൊസിഷൻ പാത്ത് ഓർ nth പാത്ത് എന്ന് പറഞ്ഞിട്ട് OS നെയിം. സോ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലുള്ള ആ ഒരു പാത്തുകൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് OS എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി യൂസ് ചെയ്യുക. പക്ഷേ പാത്ത് ജോയിൻ ചെയ്യുന്നത് ഡാറ്റ സെറ്റ് പാത്ത് എന്താ ഉള്ളത്? ഡാറ്റ സെറ്റ് പാത്ത് സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു ഫോൾഡറിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൻ്റെ ഉള്ളിൽ എഗെയിൻ ഒരു ഫോൾഡർ ഉണ്ട്, സെഗ്മെൻറ്റേഷൻ ട്രെയിൻ. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു 6 ക്ലാസ്സസ് ഉള്ളത്. സോ ആ ഡാറ്റ സെറ്റ് പാത്തും പിന്നെന്താ ആഡ് ചെയ്യുന്നത്? സെലക്റ്റഡ് ക്ലാസ് ഏതപ്പോൾ? സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്, അത് സ്ട്രീറ്റ് എന്നുള്ളതാണ്. സോ ആ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൻ്റെ ഉള്ളിൽ സെലക്റ്റഡ് പാത്ത് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ആണ്. സോ ഈ ഒരു ഫോൾഡർ ഉണ്ടോ നോക്കും. ഓക്കെ, അതിനാണ് ക്ലാസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ പിന്നെ ഇമേജസ് ലോഡ് ചെയ്യിക്കേണ്ടത്. ഏതെങ്കിലും ഒരു റാൻഡം ഇമേജ് ആണ് ലോഡ് ചെയ്യിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഏതാണോ സെലക്ട് ചെയ്തത് അത് ഈ ഒരു ഡാറ്റ സെറ്റ് പാത്തിൽ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് ലോഡ് ചെയ്യിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇമേജ് നെയിം എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഒരു റാൻഡം ഇമേജ്. ഇതിൽ 2000 സംതിങ് ഇമേജസ് ഉണ്ടല്ലോ. സ്ട്രീറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇമേജസ് ഉണ്ട്. നേരത്തെ കൗണ്ട് നോക്കിയപ്പോൾ എല്ലാം ഏകദേശം ഒരു 2000-ൻ്റെ റേഞ്ചിൽ ഇമേജസ് ഓരോന്നിലും ഉണ്ട്. അപ്പോൾ റാൻഡം ഡോട്ട് ചോയ്സ് അഗെയിൻ
ഈ ചോയ്സ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് പാത്ത് എന്ന് റീഡ് ചെയ്യേണ്ടത്. ദെൻ ഇമേജ് പാത്ത് എന്ന് പറഞ്ഞിട്ട് OS പാത്ത് ഡോട്ട് ജോയിൻ ക്ലാസ് പാത്തും ഇമേജ് നെയിമും. റാൻഡം ഇമേജ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇമേജ് നെയിം എന്ന് പറയുമ്പോൾ എന്താ വരിക, 2.jpg എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിലുള്ള ഇമേജാണ് സെർച്ച് ചെയ്യേണ്ടത്. ഈ ഇമേജ് നെയിമിൽ വരുന്നത് ഏതാണോ അതാണ് ഈ ഒരു പാത്തിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇമേജ് എങ്ങനെ റീഡ് ചെയ്യിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഈക്വൽ ടു ഏത് ലൈബ്രറി യൂസ് ചെയ്യണേ, CV2 എന്ന് പറയും, കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. OpenCV ഇൻസ്റ്റാൾ ചെയ്ത് IM റീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് റീഡ് ചെയ്യുക. എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടേ, ഇമേജ് പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്. ഓക്കെ, ഇമേജ് ഈക്വൽ, അപ്പോൾ നമ്മൾ വേരിയബിൾ നെയിമായിട്ട് സെറ്റ് ചെയ്തത് ഇമേജ് എന്ന് പറഞ്ഞിട്ടാണ്. CV2.IM റീഡ് ഇമേജ് പാത്ത്. ഇമേജ് പാത്ത് എവിടെ വരിക, ഇതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് എവിടെ വരിക, കോപ്പി പാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോപ്പി റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇവിടെ തന്നെ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ നോക്കണ്ട, അത് ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് തൊട്ട് നോക്കിയാൽ മതി. സോ ഇപ്പോൾ റാൻഡമായിട്ട് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തതിൽ എങ്ങനെ വരുന്നത്, സെഗ്മെൻറ്റേഷൻ ട്രെയിനിൻ്റെ ഉള്ളിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ 19965.jpg എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ് റാൻഡമായിട്ട് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ പാത്ത്. സോ ആ ഒരു പാത്ത് എന്നുള്ള ഈ ഒരു ഇമേജാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനിയിപ്പോൾ റാൻഡം ഇല്ലാണ്ട് നമുക്ക് ഈ നെയിം മാത്രം കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരെണ്ണം ലോഡ് ചെയ്യിക്കാം. ഞാൻ ജസ്റ്റ് അത്രയും ഇമേജസ് ഉള്ളതുകൊണ്ട് റാൻഡമായിട്ട് ലോഡ് ചെയ്യിക്കണമെന്നുള്ളൂ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഇമേജിനെ തന്നെ, ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനെ CV2 ഡോട്ട് അടുത്ത ഫംഗ്ഷനാണ് കൺവേർട്ട് കളർ എന്ന് പറഞ്ഞിട്ട്. കൺവേർട്ട് കളർ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു ഞാൻ ആ ഒരു RGB എന്നുള്ള ഫോർമാറ്റ് മാറ്റ്പ്ലോട്ട്ലിബിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബ്ലൂ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്യാമറാസൊക്കെ ഈ ഒരു ഫോർമാറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബ്ലൂ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ BGR എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാമറാസ് അങ്ങനത്തെ കുറേ ടൂൾസ് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ OpenCV അതിലായിരുന്നു കൂടുതലായിട്ട് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തായിരുന്നത്. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ആ ഒരു കളർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ 3 ചാനൽസ് ചേഞ്ച് ചെയ്തിട്ട് റെഡ് ഗ്രീനും ബ്ലൂ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ ഗ്രീനും റെഡ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ബേസ് ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് CV2 ഡോട്ട് കൺവേർട്ട് കളർ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്താ ചെയ്യണ്ടേ, ആ ഇമേജ് ലോഡ് ചെയ്ത ഈ ഇമേജ് ഉണ്ടല്ലോ, ഇപ്പോൾ 19965.jpg എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നോക്കുകയാണ്, ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തത് ആ സ്ട്രീറ്റിലെ. സോ അതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വേറെ നെയിം ആയിരിക്കും കേട്ടോ, ജസ്റ്റ് റാൻഡംലി ആ ഒരു നെയിം കാണിച്ചു തന്നുള്ളൂ. ഇമേജ് പാസ് ചെയ്യുന്നു, ആ ഇമേജാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. RGB ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ BGR to RGB എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നേരെ തിരിച്ചാണ്, ഇതിപ്പോൾ ബ്ലൂ ഗ്രീൻ റെഡ് ടു RGB എന്നുള്ള ഫോർമാറ്റാണ്. സോ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ RGB to BGR എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ടാകും. ദെൻ PLT.figure അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നു, ഏത് സൈസിലാണ് ലോഡ് ചെയ്യിക്കേണ്ടതെന്നുള്ളത്. PLT.IMShow ഇമേജ് ഷോ ചെയ്യാനാണ് IMShow എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. PLT.show എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യല്ലേ, PLT.show എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ. അതിന് പകരം ഇമേജസ് ആണ് ഷോ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ IM റീഡ് എന്നുള്ള പോലെ IMShow എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ടൈറ്റിലും ആക്സസ് അങ്ങനെ സെപ്പറേറ്റ്ലി ഒന്നും കാണിക്കാനില്ല, അതുകൊണ്ട് ഓഫ് ചെയ്ത് ഇട്ടേക്കാണ് PLT.access എന്ന് പറഞ്ഞിട്ട്.
പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്, ഇമേജ് ഇൻഫർമേഷൻ. നമ്മൾ ഗെറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് വരില്ല. അതിൻ്റെ സൈസ്, പിക്സൽ സൈസ്, എത്ര MB ആണ്, മെറ്റാഡാറ്റ ഉണ്ടെങ്കിൽ അതൊക്കെ വരുമല്ലോ. അതേപോലെ എടുക്കുകയാണ്. സോ അതിൻ്റെ പ്രിൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ക്ലാസ്, ഫയൽ നെയിം, ഇമേജ് നെയിം, ഷേപ്പ്. ഇമേജിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് 3 ചാനലാണ് വരിക. 3 ചാനൽ എന്ന് പറയുമ്പോൾ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ എത്ര ചാനൽസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ ഇമേജിൻ്റെ പിക്സൽ സൈസിലാണെന്ന് പറയുക 150 × 150. നമ്മൾ നേരത്തെ CNN പ്രോസസ്സ് ചെയ്തപ്പോൾ വന്നിരുന്നതാണ് 150. 22,500 പിക്സൽസാണ് ഇതിലുണ്ടാവുക. സോ ഇതിൻ്റെ ഹൈറ്റും ഇൻറ്റു വിഡ്ത്താണ് ചെയ്യുന്നത്. വിഡ്ത്ത്, ഹൈറ്റ് എന്നാണ് വരിക. സോ അതിൽ 22,500 പിക്സൽസ് ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റു 3 കൂടിയും കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചാനൽസിൻ്റെ ഇത് മെൻഷൻ ചെയ്യാൻ. ബ്ലൂ, ഗ്രീൻ, റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണെന്നുണ്ടെങ്കിലും 3 ചാനൽസാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഗ്രേ സ്കെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലേ വരുന്നുള്ളൂ. കൺവേർട്ട് ചെയ്യുന്നത് അത് എത്ര ഡെപ്ത് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. സോ 150, 150, 3 എന്ന് പറഞ്ഞിട്ട്. ഹൈറ്റ് 150, വിഡ്ത്ത് 150, ചാനൽസ് 3. ഡാറ്റ ടൈപ്പ് ഇത് സ്റ്റോർ ചെയ്തേക്കണേ. ഇപ്പോൾ ഇനി മെറ്റാഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്തേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇമേജിൻ്റെ ഷേപ്പ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇതാണ് വരിക. ഷേപ്പ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിൽ ഇൻഡെക്സിങ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 0, രണ്ടാമത്തെ 1, അടുത്ത ആ ഒരു ഡെപ്തിൻ്റെ ഇത് 3. സോ അതാണ് ഹൈറ്റ്, വിഡ്ത്ത്, ചാനൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്തേക്കണം. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തായാലും? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്തത് ചിലപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ആദ്യം സൈസ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ സബ് പ്ലോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വലിയ സൈസ് ക്രിയേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. ഫോർ I, ക്ലാസ് നെയിമിങ് ഇന്യൂമറേറ്റ്. ഇന്യൂമറേറ്റ് യൂസ് ചെയ്ത് എന്താ വരിക? അതിൻ്റെ ഇൻഡെക്സിങ്ങും ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ക്ലാസ് നെയിം. ഇൻഡെക്സിങ് എന്താണെന്ന് വെക്കുക. ഓരോന്നിനും മെൻഷൻ ചെയ്യുന്ന ക്ലാസ് നെയിം എടുക്കും. ഫസ്റ്റത്തെ ക്ലാസ് ഏതാ? ഫോറസ്റ്റ് ഉണ്ടല്ലോ, ഫോറസ്റ്റ്. അപ്പോൾ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ക്ലാസ്, ഫോറസ്റ്റ് ബിൽഡിങ്സ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, ആൻഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്സ്, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ്. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്യൂമറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുക. ലൈക്ക് ഇൻഡെക്സിങ്ങും ആ ഒരു നെയിംസും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ക്ലാസ്സസ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു രീതിയിലാണ് വരിക. പിന്നെന്താ നമ്മൾ ചെയ്യണേ? ഇമേജ് നെയിം ഈസ് ഈക്വൽ ടു random.choice OS ലിസ്റ്റ് ഡയറക്ടറി. നേരത്തെ ചെയ്ത പോലെ OS പാത്ത് ജോയിൻ ഡാറ്റ സെറ്റ് പാത്തും ക്ലാസ് നെയിംസും. ഇമേജ് പാത്ത് OS path.join ഡാറ്റ സെറ്റ് പാത്ത് ക്ലാസ് നെയിമും ഇമേജ് നെയിമും. സോ ഇത് ഫോർ ലൂപ്പിൽ ഇട്ടേക്കണേ. ഫോർ ലൂപ്പിൽ ഇടുമ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു കോഡ് തന്നെയാണ്, അത് ഒരെണ്ണം റീഡ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ്സസിലും പോയിട്ട് അതിന് റാൻഡമായിട്ട് ഇമേജസ് ലോഡ് ചെയ്യണം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെന്താ വരണേ? ഇത് കൺവേർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. സബ് പ്ലോട്ട് 2 റോ ആയിട്ടുള്ള അതിന് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് I+1 ചെയ്യില്ലേ, ആദ്യം 0 ആയിരിക്കും, പിന്നെ അടുത്ത ക്ലാസ്സിൽ പോവുക. അടുത്ത ക്ലാസ്സിൽ പോകാൻ ഫോറസ്റ്റ്, ബിൽഡിങ്സ്, അടുത്ത് ബിൽഡിങ്സിലാണ് പോവുക. അടുത്ത 0, 1, 2 വരുമ്പോൾ ഏതിലാണ്? സ്ട്രീറ്റിലാണ് പോവുക. 3 വരുമ്പോൾ മൗണ്ടെയിനിൽ. ഓക്കെ, പിന്നെ ടൈറ്റിലും ആക്സസും വെച്ചിട്ട് ഇതേപോലെ ലോഡ് ചെയ്യിക്കണമെന്നുള്ളൂ. ക്ലിയർ ആണോ? കോഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ OS യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ പാത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ പാത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ
നമ്മളിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരെണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ലോഡ് ചെയ്യിച്ചാലും മതി. EMG പാത്തെന്നോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ലോഡ് ചെയ്യിച്ചാലും ഇത് ഇങ്ങനെയല്ല പാത്ത്. നമ്മൾ ഡാറ്റ ഫ്രെയിമൊക്കെ ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, ഇതേപോലെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതൊരു ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഈ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ ഇമേജസ് ചൂസ് ചെയ്യാണ്, അതാണ് ഈ ഒരു മെത്തേഡ്. ഇമേജസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പിക്സൽസ് ഉണ്ട്, മാക്സിമം പിക്സൽ എത്ര വരുന്നുണ്ട്, ആവറേജ് പിക്സൽ എത്ര വരുന്നുണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ചസ് എന്തോരം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ മിനിമം പിക്സൽസ് 0, മിനിമം പിക്സൽസ് 0 വരുന്ന ഒന്നുമില്ല. ആൻഡ് മാക്സിമം പിക്സൽസ് വരുന്നത് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ലേ, 0 to 255 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു 0 and 255 ആണ് വരിക. 256 ഇല്ല, അത് എക്സ്ക്ലൂഡർ ആണ്. 0 ഇൻക്ലൂഡർ ആയതുകൊണ്ട് 255 വരെയാണ് മാക്സിമം പിക്സൽസ് വരിക. പിന്നെ ആവറേജ് പിക്സൽസ് ഓരോന്നിലും 139 വരെ വരുന്നുണ്ട്, കാരണം 150 പിക്സൽസ് എന്നുള്ള സൈസിലാണല്ലോ വരുന്നത്. അപ്പോൾ ആവറേജ് പിക്സൽസ് അത്രയാണ് വരുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ ആ ഒരു ഓരോ ഇമേജസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പിക്സൽസോ എന്തുമായിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര വരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജസ് തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്. 67% ഡിഫറൻസസ് ഓരോ ഇമേജസ്, യൂണീക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ് എല്ലാത്തിനും. ഓൾറെഡി പ്രോസസ് ചെയ്ത ഇമേജ് സെറ്റാണ്, അപ്പോൾ 67% വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ബിൽഡിംഗ് ഉണ്ട്, അതേ ബിൽഡിംഗ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100% ആണ്. അതിന്ന് പകുതി കുറച്ചൊക്കെ മാറ്റമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻസ് ആണ്. സോ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അത്ര വരെ ക്ലിയർ ആണോ? അതെ. നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചാനൽ സെപ്പറേഷൻ. അതിൻ്റെ 3 ലെയറായിട്ടാണല്ലോ കിടക്കുന്നത്. അതായത് 3 ചാനൽസ് ഉണ്ടെന്ന് പറഞ്ഞു, റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ചാനൽ സെപ്പറേഷൻ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് അവിടെ ലോഡ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഈ റെഡിൻ്റെ ഇൻഫ്ലുവൻസ് എത്ര ഉണ്ട്, ഗ്രീനിൻ്റെ ഇൻഫ്ലുവൻസ് എത്ര ഉണ്ട്, ബ്ലൂവിൻ്റെ എത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമ്മൾ ആ ഒരു ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കുക. സോ നമ്മൾ ചെയ്യുന്നത് R = ഇമേജ്, അത് നേരത്തെ വാല്യൂസ് പറഞ്ഞില്ലേ, അതായത് R = ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതാ വരണേ, RGB എന്നുള്ള ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോൾ BGR എന്നുള്ള ഫോർമാറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പൊസിഷൻ എടുക്കണ്ടേ, ആദ്യത്തെ ചാനലിലാണ് അത് വരുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞത് അതിൻ്റെ 0 R എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. then അടുത്തത് 1 എന്ന് പറയുമ്പോൾ ഇതിൽ വരണേ, ഇതിൽ ഫുള്ള് വാല്യൂസ് വരുന്നുണ്ട്. ആൻഡ് തേർഡ് ചാനലില്ലേ, ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നില്ലേ 150 × 153, ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നോക്കണ്ട, 150 153 എന്ന് പറഞ്ഞിട്ട്. സോ ഇത് വിഡ്ത്തും ഹൈറ്റും ആണ്. അപ്പോൾ ഈ 3നെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ RGB എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ വരുന്നത്, RGB.
സോ ഇതിന് ഓരോന്നിനും ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരിക? 0ക്ക് 6, 1ന് G, Bക്ക് 2, അങ്ങനെയല്ലേ വരിക. സോ 6ൻ്റെ നോക്കുക എന്നുണ്ടെങ്കിൽ 150, 150 എത്രയാണോ അതന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോളനിടുന്നത്. ദെൻ 0 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ 0ൻ്റെ അത് നോക്കുക 6 എന്നുള്ളത്. ഇനി അടുത്തത് 1ൻ്റെ നോക്കുമ്പോൾ ഗ്രീൻ എന്നുള്ളത്. ഇവിടെ ഏത് വരണേ? ഗ്രീൻ എന്നുള്ളത് രണ്ടാമത്തെ ചാനലിൽ. ആൻഡ് മൂന്നാമത്തെ ചാനൽ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ അതിലേത് വരണേ? ബി എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 3 ചാനലുണ്ട് എന്ന് പറഞ്ഞില്ലേ? റെഡ്, ഗ്രീന്, ബ്ലൂ. സോ അതിനെ ഓരോന്നിനും ആ ഓരോ ഓർഡറിൽ ഇൻഡെക്സിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ ഇമേജിൻ്റെ സൈസ് വിഡ്ത്തും ഹൈറ്റും എത്രയാണോ അത്രയും തന്നെ കൊടുക്കുക. ഇവിടെ എല്ലാ ഇമേജസും 150 × 150 എന്ന് പറഞ്ഞിട്ടുള്ള സൈസിലാണ് കിടക്കുന്നത്. ഇൻറ്റു അതിൻ്റെ 3 ചാനൽസ് ഉണ്ട്. ആ 3 ചാനൽസിന് ഓരോ ഇൻഡെക്സിങ് കൊടുത്തിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യഥാർത്ഥത്തിൽ ബ്ലൂ ഏതാ ചാനൽ? എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കണേ? ഇൻഡെക്സ് 0 സ്റ്റാർട്ട്. ദേവദത്ത് യോളോയിൽ ഇതേ സാധനങ്ങൾ തന്നെയാണ് വരണേ. അപ്പോൾ ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യില്ല, ചിലപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ. അശ്വതി പറഞ്ഞേ, ബ്ലൂവിൻ്റെ അതിൽ ചാനൽ ഏതാ എടുക്കണേ? മനുഷ്യ ക്ലിയർ അല്ലേ? ദെൻ ഫിഗർ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പിക്ചർ ഡിനോട്ട് ചെയ്യുന്നത് ഫിഗേഴ്സും ആക്സിസും ആയിട്ടാണ്. സോ ഈ ടോട്ടലി അതിനെ വിളിക്കുന്ന പേരാണ് ഫിഗേഴ്സ് എന്നുള്ളത്. ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമേജ് എടുക്കുക എന്നുണ്ടെങ്കിൽ ആക്സിസ് 0 എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇത് 1, ഇത് 2, ഇത് 3 അങ്ങനെ സെപ്പറേറ്റ് ആണ് എടുക്കുക. സോ ആക്സിസ് എന്നുള്ളത് ഈ എക്സ് എന്ന് പറയുന്നത് ഇത് ഏത് എക്സിലാണോ വൈയിലാണോ എന്നുള്ളതാണ്. ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ വരുമ്പോൾ അത് ഈ സെപ്പറേറ്റ് ഓരോന്നിനെയും കളക്ട് ചെയ്യാനുള്ള പാത്താണ്. സോ ആക്സിസ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുള്ളത്, ആക്സിസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതാ ഈ ആദ്യത്തെ ഇമേജ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ്. സോ ആക്സിസ് ഓഫ് 0 IM ഷോ എന്തിനാണ് യൂസ് ചെയ്തത്? ആ ഇമേജ് ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ഇമേജ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. ആക്സിസ് ഓഫ് 0 സെറ്റ് ടൈറ്റിൽ ഒറിജിനൽ. സോ ഇതിൻ്റെയാണ് ആക്സസ് ചെയ്യുന്നത് ആ ഒരു ഇമേജിൻ്റെ ടൈറ്റിൽ. ആക്സസ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സിങ് ആണ് വരുന്നത്. സോ അതിന് ഒറിജിനൽ എന്ന് കൊടുത്തു. ദെൻ IM ഷോ റെഡിൻ്റെ 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സി മാപ്പ് റെഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ തീം യൂസ് ചെയ്യുമ്പോഴാണ് ഇതിനെ റെഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും കൊടുക്കും. അതിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു. അതേപോലെ G എന്നുള്ള കൊടുക്കുന്നു, അതിൻ്റെ തീം സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു. സോ ഫോർ A ഇൻ ആക്സിസ്, ആക്സിസ് ഇൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് മാത്രമാണ് ഓഫ് ചെയ്ത് വെച്ചത്. ദെൻ PLT.show എന്ന് പറഞ്ഞിട്ട് ടോട്ടലി അതിന് ഷോ ചെയ്യിപ്പിക്കാനുള്ള കോഡ് കോൾ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത്, ഇതിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു 3 ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് എന്ത് ചേഞ്ചസ് വരുന്നു, ഓരോ ടോണിലും കൊടുക്കുമ്പോൾ എന്ത് ചേഞ്ചസ് വരുന്നു. ഈ ഒരു ഒറിജിനൽ ഇമേജിനെ 3 ലെയറായിട്ട് അതിന് സെറ്റ് ചെയ്തിട്ടുണ്ടാകും, റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒറ്റ ഇമേജസ് ആയിട്ടാണ് കാണുക, പക്ഷെ മെഷീൻസിന് ഇത് ടോട്ടലി പിക്സൽ വാല്യൂസ് ആയിട്ടാണ് കാണുക. ഇപ്പോൾ റെഡിൻ്റെ പിക്സൽ വാല്യൂസ് എത്ര ഉണ്ടെന്ന് നോക്കൂ. റെഡിൻ്റെ ഒരു ഇതേപോലെ ടോട്ടൽ ഇമേജിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. നോക്കട്ടെ,
ഇതിപ്പോൾ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും, ഓരോ പിക്സലിനും വരുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ഇവിടെ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും, ആ ഒരു റീജിയൻസ് ആയിരിക്കും ഹൈ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ റെഡിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ റെഡിൻ്റെ ഓരോ റീജിയനിലും എത്ര വാല്യൂ വരുന്നുണ്ട്, ബ്രൈറ്റ്നസ് കൂടിയ സ്ഥലം ഏതാണ്, ബ്രൈറ്റ്നസ് കുറഞ്ഞ സ്ഥലം ഏതാണെന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തത്. കുറച്ച് ഡാർക്ക് റെഡ് വരേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും വാല്യൂസ് വരുന്നത്. സോ അങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ മെഷീൻസ് ഇത് ലേൺ ചെയ്യുമ്പോൾ ആ 3 ലെയേഴ്സിലുള്ള നമ്പേഴ്സാണ് ലേൺ ചെയ്യുക. ഓക്കെ, സോ ഗ്രീനിൻ്റെ ഇതേപോലെ കുറച്ചുകൂടിയും ബ്രൈറ്റർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, ഡാർക്കർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, ഗ്രീനിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സോ ഈ 3 ലെയേഴ്സ് ഓരോ ഫിൽറ്റേഴ്സ് പോലെ ആണ് കിടക്കുന്നുണ്ടാവും. ഇത് 3 കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഒറിജിനൽ ഇമേജ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇത്ര റീഡ് ചെയ്യുള്ളൂ, ഇമേജാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഈ മെഷീൻസിന് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മെഷീൻസ് ഈ ഇമേജസിനെ കാണുന്നത് ഓരോന്നും ഈ നമ്പർ സിസ്റ്റം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസും അഡീഷൻസും ഇതൊക്കെ ആയിട്ടാണ്, മെട്രിസസൊക്കെ ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇതിനെ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചു പോവാ. ഓക്കെ. നെക്സ്റ്റ് നമ്മളിതിനെ ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെപ്ത് കൂടുന്തോറും 3 ചാനൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡെപ്ത് കൂടുന്തോറും നമുക്ക് കമ്പ്യൂട്ടേഷൻ കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡിഫറൻസ് വരുന്ന ആ ചാനൽസിലാണ്. ഗ്രേ സ്കെയിലിന് ഒരു ചാനലുള്ളൂ, ബ്ലാക്ക് ഓർ വൈറ്റ്. അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ മതി. ഒരെണ്ണം ഇപ്പോൾ 0 or 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലേ, അപ്പോൾ 1 ഉണ്ടെങ്കിൽ അവിടെ പ്രസൻ്റ് ആണ്, 0 ഉണ്ടെങ്കിൽ അബ്സെൻ്റ് ആണ്. അതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ 3 ചാനൽസിന് പകരം ഒറ്റ ചാനലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് ഓർ ബ്ലാക്ക് ഓർ വൈറ്റ് മാത്രമേ അവിടെ വരുള്ളൂ. അപ്പോൾ ആ ഒരു റീജിയൻസ് മാത്രമേ അടയാളപ്പെടുത്തേണ്ടതുള്ളൂ. അപ്പോൾ പ്രോസസ്സിങ് അത്രയും സ്മൂത്തറായിട്ട് കഴിയും. ഇത്രയും സ്പേസ് ഒന്നും വരില്ല. ആൻഡ് കൂടുതൽ എപ്പോഴ്സ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രേ സ്കെയിലിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യണം അറിയോ? ഗ്രേ ഈക്വൽ ടു CV2 ഡോട്ട്, CV2 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വിഷൻ്റെ ആ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തത്. കൺവേർട്ട് കളർ നേരത്തെ ചെയ്ത പോലെ RGB ടു ഗ്രേ എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാണ്. CV2 ഡോട്ട് കളർ അണ്ടർസ്കോർ RGB ടു ഗ്രേ. ക്ലിയർ ആയോ? നേരത്തെ എന്ത് യൂസ് ചെയ്തേ? RGB ടു BGR എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു ഓപ്പൺ CVക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സെപ്പറേറ്റ് പ്രോസസ്സാണ്. ഇവിടെ ചെയ്യുന്നത് RGB ടു ഗ്രേ. അതെന്തിനാ ചെയ്യണേ? ആ ഒരു കമ്പ്യൂട്ടേഷൻ്റെ ഇതൊക്കെ കുറച്ചിട്ട് ആ ഒരു പ്രോസസ്സ് ഒന്നുകൂടി സ്മൂത്തനിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഗ്രേയിൽ കൺവേർട്ട് ചെയ്തിട്ട് വേറെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവശ്യമുള്ള ആ ഒരു പ്രോസസ്സസ് കോൾ ചെയ്യുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് RGB ടു ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് അതിനെ കോൾ ചെയ്യുന്നു. നമ്മൾ എന്താണ് ആ സൈസ് സെറ്റ് ചെയ്യുന്നു. PLT.im ഷോ, ഇമേജ് ഷോ ചെയ്യുക. ഏത് ഷോ ചെയ്യണ്ടേ? ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഷോ ചെയ്യുക. കളർ മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. PLT.title ഗ്രേ സ്കെയിൽ, PLT.axis ഓഫ്, PLT.show നേരത്തെ യൂസ് ചെയ്ത് തന്നെ. സോ ആ സെലക്ട് ചെയ്ത ഇമേജ് ഗ്രേ സ്കെയിലിൽ കോൾ ചെയ്തു. ക്ലിയർ ആയോ? എന്തിനാ ഗ്രേ സ്കെയിൽ കൺവേർട്ട് ചെയ്യണമെന്ന്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കളർ മാപ്പ് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് 3 ചാനലാണ് ഉണ്ടാവുക. റെഡും ഗ്രീനും ബ്ലൂവും അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്ന ഓരോ ഇമേജസും കളർ ഇമേജസും വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ അത്രയും പാരാമീറ്റേഴ്സ് കൂടുകയാണ്. അപ്പോൾ ഓരോ ന്യൂറോൺസ് യൂസ് ചെയ്യുന്നത് ഇതിലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
150 × 150 × 3 ആണ് വരിക. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ന്യൂറോൺസ് അവിടെ ഹെവി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. 150 × 150. അതായത് ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ വരുന്ന എന്താ 3 ചാനൽസ്, 67,500 പാരാമീറ്റർ വരും. 67,500 പാരാമീറ്ററിന് ഓരോ എപ്പോച്ചിലും കടത്തി വിടണം. ഒരു എപ്പോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡാറ്റ ഉണ്ടോ അത്രയും ഡാറ്റ ഈ ഓരോ ന്യൂറോണിൽ കൂടെ കടന്നു പോകുന്ന പ്രോസസ്സാണ് ആ ഒരു പാരാമീറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ 35,000 കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കസ്റ്റമർ തൊട്ടിട്ട് 35,000-ാമത്തെ ആ ഒരു കസ്റ്റമറുടെ ഡാറ്റ വരെ ഓരോ ന്യൂറോണിലും പാസ് ചെയ്യണം. അതാണ് ഒരു എപ്പോച്ച് എന്ന് പറയുന്നത്. സോ ഇതിനെ റൺ ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ ഇത്രയും ഡാറ്റ ഓരോ ന്യൂറോണിൽ കൂടെ പോകണം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുമ്പോൾ വിഡ്ത്ത്, ഹൈറ്റ്, ഇമേജ് അത് ടെക്സ്റ്റിൽ ചെയ്യുന്നതാണ്. ഇമേജസിൽ വരുമ്പോൾ ഇത് ടോട്ടലി ഇൻറ്റു ചെയ്യുമ്പോൾ 67,500 വരുന്നുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ച് വരുന്നത് ഒരെണ്ണമാണ്, ബ്ലാക്ക് ഓർ വൈറ്റ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ 22,500 പാരാമീറ്റേഴ്സായിട്ട് പ്രോസസ്സ് ചെയ്താൽ മതി. 1/3 അല്ലേ വരുന്നുള്ളൂ. കുറച്ചുകൂടി സ്മൂത്തറായിട്ട് ആ ഒരു ടൈമിങ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയില്ല? ഇത് നോക്കിയിട്ടില്ലായിരുന്നു. അതല്ല, നമ്മളിവിടെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രേ കോൾ ചെയ്യണ്ടല്ലോ, അത് കോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കളർ മാപ്പ് ഇതിലാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കണമെന്നുള്ളൂ. അല്ല പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഇപ്പോൾ ആ ഒരു ഒബ്ജക്ട്സിൻ്റെ ഇത് മാത്രം അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഫുള്ളി ഒരു ഗ്രേയിൽ വരാൻ വേണ്ടിയിട്ടാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ മാപ്പിങ്സിൽ വേറെ ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കളർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ റെഡും ഗ്രീനും ബ്ലൂ മാത്രമല്ലേ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ, അതാണ് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് അവിടെ വേറെ കളേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, മിക്സ്ഡ് കളേഴ്സ് വേറെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. സോ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ മാപ്പ് ഈസ് ഈക്വൽ ടു ഗ്രേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ടോട്ടലി ഗ്രേ ആയിട്ട് വരും ആ ഒരു ഇമേജ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബ്ലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സസ് ഉണ്ടാവും ഇമേജസിൽ. അപ്പോൾ ഭയങ്കര ഷാർപ്പനായിട്ടുള്ള ഇമേജസ് ആണെന്നുണ്ടെങ്കിലും അവിടെ ചില ഏരിയാസിൽ നോയ്സസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയാസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിൻ്റെ ആ ഒരു ചെറിയ സൈസ് എടുത്തിട്ട്, ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നിന്നുള്ള ഒരു സർട്ടൈൻ പിക്സൽസ് എടുക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു 25 പിക്സൽസ് മാത്രം എടുക്കുന്ന കേസാണ് 5/5 എന്ന് പറഞ്ഞിട്ട് അവിടെ പാസ് ചെയ്യുന്നത്. കേർണൽ എന്ന് പറയും. അപ്പോൾ ഈ ഇമേജ് ടോട്ടലി ഇത്രയും വാല്യൂസ് പ്രോസസ്സ് ചെയ്യാണ്ട് 1/1 ആയിട്ട് കേർണൽസ്, ഓരോ പിക്സൽസ് അല്ല കേർണൽസ് ആയിട്ട്. ഇപ്പോൾ 3/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ ആ ഒരു 9 വാല്യൂസ് പ്രോസസ്സ് ചെയ്യുന്നത്, 12, 45, 230, അതിൻ്റെ താഴത്തെ 3 അതിൻ്റെ താഴത്തെ 3 അതാണ് 3/3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേർണൽ. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോകുമ്പോൾ അതിനെ സ്ട്രൈഡിങ് എന്ന് പറയും. CNN വരുന്നതാണ് സ്ട്രൈഡിങ് എന്ന് പറയും. സോ ആ ഒരു സ്ട്രാറ്റജീസൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 9 ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു 9 ആയിരിക്കും അടുത്തത്. പിന്നെ അതിൻ്റെ അടുത്ത 9 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഓരോ പിക്സൽസ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത 9. അങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടി അഗ്രഗേറ്റഡ് പോർഷൻ ആയിരിക്കും ഫൈനലി ആ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അതിനെ ഫീച്ചർ മാപ്പ് എന്ന് പറയും. ഓരോന്നൊന്നുള്ള റീഡിങ് എടുത്തിട്ട് അതിനെ ഫൈനലി യൂസ് ചെയ്യുന്നത് ഫീച്ചർ മാപ്പ് എന്ന് പറയും. ഇവിടെ ചെയ്യുന്നത് ആ റീജിയൺസിൽ അങ്ങനെ നോയ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ബ്ലർ ചെയ്തിട്ട് ആ ഒരു ഏരിയാസ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ചില ഇമേജസിൽ നോയ്സസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരേ പാറ്റേൺസ് അല്ലാണ്ട് ചെറിയ നോയ്സസ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യും. ഗോസിയൻ ബ്ലർ എന്ന് പറയും. ബ്ലർ ഈക്വൽ ടു കമ്പ്യൂട്ടർ വിഷൻ ഡോട്ട് ഗോസിയൻ ബ്ലർ. ആ ഗ്രേ ഏത് ഇമേജിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഗ്രേ സ്കെയിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാനൽസിൽ അങ്ങനെ ഹെവി ആയിട്ടുള്ള നോയ്സസ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തർ പ്രോസസ്സിങ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗ്രേ അപ്ലൈ ചെയ്തത്. ഇനിയിപ്പോൾ അതിലെന്താ ചെയ്യുന്നത്? 5/5 ആണ് അപ്ലൈ ചെയ്യുന്നത്. 5/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കേണൽ ഇതിൽ 25 വാല്യൂസ്. 5/5 എന്ന് പറഞ്ഞാൽ എത്ര? 5 × 5 ആണ്. അപ്പോൾ 25 വാല്യൂസ് ആണ് ആദ്യത്തെ ഒരു കേണലിൽ നിന്ന് എടുക്കേണ്ടത്. ഇതിന്ന് 25 വാല്യൂസ്, ആദ്യത്തെ 25 വാല്യൂസ് ആണ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇമേജിൽ വരുമ്പോൾ ഈ ഇമേജിലെ ആദ്യത്തെ 25 വാല്യൂസ് ഈ ഒരു റീജിയൺ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഇവിടെ നിന്നുള്ള ഈ ഒരു റീജിയൺ ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ ഓരോന്നും തമ്മിൽ അങ്ങനെ ചെക്ക് ചെയ്ത് പോകും. സോ ബ്ലർ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ കേണൽസ് ആയിട്ട് ചെയ്യുന്നത്. ടോട്ടലായിട്ട് ചെയ്യുന്നില്ല, 1/1 ആണ് ചെയ്യുന്നത്, കുറച്ചുകൂടി ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നു. സൈസ് സെറ്റ് ചെയ്തിട്ട് plt.subplot ഒരു റോ ഉണ്ട്, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അഗെയിൻ അതിൻ്റെ 0 ഉം 1 ആയിട്ട് പാസ് ചെയ്യുക. plt.subplot 1 എന്ന് പറയും. ടോട്ടലി 0, 1 രണ്ട് ഇമേജാണ് വരുന്നത്, അതുകൊണ്ടാണ് അത് പാസ് ചെയ്തത്. ദെൻ plt.imshow ഇമേജ് ഷോ ചെയ്യുക. ഗ്രേ നേരത്തെ ചെയ്ത പോലെ സീമാപ്പ് ഗ്രേ ആയിട്ട്. അതിൻ്റെ കൂടെ എന്താ ചെയ്യണേ? ആദ്യത്തെ ഒറിജിനലിൻ്റെ അതാണ് പാസ് ചെയ്യുന്നത്. ദെൻ ആക്സസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. plt.subplot 1,2,2 ഒന്നിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിലെ രണ്ടാമത്തെ ഇമേജ് അതാണ് 1,2,2 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്നത് plt.imshow ബ്ലർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. cv2.gaussian ബ്ലർ ഗ്രേ എന്നുള്ള ഇതിൽ 5/5 കേണലായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഡെപ്ത് ആണ് കൊടുത്തേക്കണേ 0 എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് അങ്ങനെ ചെയ്യേണ്ട. ആ ഡെപ്ത് കൂടുന്തോറും ആ ഒരു ബ്ലറിന് ചേഞ്ചസ് ഉണ്ടാവും. ദെൻ plt.imshow ബ്ലർ കളർ മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഈ ഒരു ഇമേജിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ plt.title ഗോസിയൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്തു. ദെൻ ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ ബ്ലർ എന്നുള്ളത് ഇൻ കേസ് ഇതിൽ എവിടെയെങ്കിലും ഇമേജസിൽ അങ്ങനെ നോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില റീജിയൻസ് മെഷീൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒറിജിനൽ ഇമേജിൽ. അപ്പോൾ കുറച്ചുകൂടി ബ്ലർഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കേണൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അതിൽ ഓരോ റീജിയൻസിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 5/5 ആണ് കേണൽ എടുത്തെങ്കിൽ മേ ബി ഒരു 2/2 ഒക്കെ ആയിരിക്കും പൂളിങ്ങിന് യൂസ് ചെയ്യുക. കുറച്ചുകൂടി ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ 4 പിക്സൽസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ 4 പിക്സൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ആണ് അവിടെ കൊടുക്കുന്നത്. അടുത്ത 2/2 വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ് അവിടെ കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോവുക. അപ്പോൾ ആ ഒരു റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പൂളിംഗ് എന്ന് പറയുമ്പോൾ ആവറേജ് ഉണ്ട്, മാക്സ് ഉണ്ട്, മിന്നുണ്ട്. സോ ആവറേജ് പൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ, 4 ആവറേജ് വാല്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുക. മാക്സ് പൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ 4 വാല്യൂവിൽ ഇപ്പോൾ ഇവിടെ 2/2 അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിൽ മാക്സ് പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 210 വരിക. 4 അല്ലേ ആദ്യത്തെ, 12, 45, 40, 210. അതിൽ 210 യൂസ് ചെയ്ത് സ്കെയിൽ ചെയ്തിട്ടുണ്ടാവും ഒരു ചെറിയ സംഖ്യയിലേക്ക്. ആ ഒരു വാല്യൂ ആണ് ആദ്യം എടുക്കുക. അപ്പോൾ ഈ ഒരു വാല്യൂവിൽ മാക്സ് പൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ 210 ആണ് അപ്ലൈ ചെയ്യുക. ഇത് തന്നെ ഈ ഒരു ഒറിജിനൽ ഇമേജിൽ എന്തെങ്കിലും പിക്സൽസ് ചേഞ്ചസ് വരുത്തുക എന്നുണ്ടെങ്കിൽ അത് അഗെയിൻ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മാക്സ് പൂളിംഗ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഷാർപ്പർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് എന്നൊക്കെ. ഈ ഒരു ഏരിയ ഒക്കെ കുറച്ചുകൂടി ഷാർപ്പർ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇവിടുത്തെ ഈ എഡ്ജസ് ഒക്കെ. അപ്പോൾ അത് കുറച്ചുകൂടി ഈ ഒരു മാക്സ് പൂളിംഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്സൽസ് അങ്ങനെ ചേഞ്ച് വരിക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേർഷൻസ് വരിക എന്നുണ്ടെങ്കിലും അതിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ബ്ലർ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ഇത് വരിക എന്നുണ്ടെങ്കിൽ ആ നോയ്സസ് റിമൂവ് ആയി കിട്ടും. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോയ്സസ് റിമൂവ് ആയി കിട്ടും. അതുകൊണ്ടാണ് ബ്ലർ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ?
ഇല്ല. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രേ സ്കെയിലാക്കി അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ബ്ലറാക്കി ആ നോയ്സസ് കളയാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ആ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി സ്മൂത്തർ ആയിരിക്കും, ബെറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യും. ബ്ലറും കൂടി അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റിൽ ഇതെന്ന് അതിന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ രീതിയിലാക്കിയിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് അതിന് സ്റ്റിൽ ആ ഒരു എഡ്ജസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലറിലേക്ക് കൺവേർട്ട് ചെയ്തത്. ദെൻ ക്യാനി എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയും. ക്യാനി എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യുന്നത്, എഡ്ജസ് ഈക്വൽ ടു കമ്പ്യൂട്ടേഷൻ ഡോട്ട് ക്യാനി എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. എവിടെ അപ്ലൈ ചെയ്യുന്നത്, ഈ ബ്ലർ ഇമേജിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ 100 ഉണ്ട്, 190 ഉണ്ട്. 190 ഇത് രണ്ടും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാക്സിമം 190 ഒരു 220 ഒക്കെ വരെയാണ് വരുന്നത്. സോറി 256 എന്ന് പറഞ്ഞിട്ടുള്ള പിക്സൽ റീജിയൻസ് ഉണ്ടല്ലോ, 0 to 255 എന്ന് പറഞ്ഞ വരെയാണ് അതിൻ്റെ ഒരു പിക്സൽ റീജിയൻസ് വെക്കുന്നത്, 0 to 255. സോ അതിൽ രണ്ട് ത്രഷോൾഡ് സെറ്റ് ചെയ്യാണ്. ഈ ഒരു ഇത്രയും ഷാർപ്നെസ് ഇതിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഷാർപ്പായിട്ടുള്ള ഏരിയ ആണ്, ഈ ഒരു എഡ്ജ്. ഈ എഡ്ജിൽ ഈ സർട്ടൻ ത്രഷോൾഡിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, സർട്ടൻ ത്രഷോൾഡിൻ്റെ താഴേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക. അത് എഡ്ജസ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറും. നോർമലി കൊടുക്കുന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ 100 to 200 ഒക്കെയാണ്. അപ്പോൾ ഈ ഇമേജസിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 190 ഒക്കെ ആയിരുന്നു. ആ ഒരു പിക്ചർ എടുത്തിട്ട് അവിടെ ഒബ്ജക്ട്സ് വരുമ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 80 to 220 അല്ലെങ്കിൽ 100 to 190 180 അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കുക ആ ഒബ്ജക്ട്സ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഗേൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു പിക്ചർ, ഇനിയിപ്പോൾ എഗൈൻ ഒന്ന് റൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ മാറും. അപ്പോൾ ഇതിൻ്റെ റീജിയൻസ് ചെറുതാക്കി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൻ്റെ ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ എഡ്ജസ് ഇല്ലേ, കാണുന്നുണ്ടോ? ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഷാർപ്പറായിട്ടുള്ള എഡ്ജസ് ഈ ഒരു ബ്ലറിന്ന് ഫൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു റീജിയൻ വരുന്നുണ്ട്, അതാണ് ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു എഡ്ജ് കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഈ ക്യാനി എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൽ ഫൈൻഡ് ചെയ്യുന്നത്. സ്റ്റിൽ ബ്ലറാക്കിയിട്ട് കൊടുത്താലും അതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഉണ്ടല്ലേ? ഈ ബ്ലറാക്കിയാലും ആ ഒരു ഏരിയാസ് സ്റ്റിൽ ഷാർപ്പനായിട്ട് നിൽക്കുന്നില്ലേ കുറച്ചുകൂടി. ഇത് ഫുള്ളി അക്യുറേറ്റ് ആണെന്ന് നിർബന്ധമില്ല, പക്ഷെ ഓൾമോസ്റ്റ് ആ ഒരു ഇപ്പോൾ ഈ നടുവിലത്തെ ഈ ഒരു ഇതാണെന്നുണ്ട്, ഈ ഒരു ഏരിയ ആണ് അത് ബ്ലറാക്കിയാലും ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഏരിയ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു 2-3 സാധനങ്ങളുണ്ടല്ലോ. സോ ഈ ഒരു ബിൽഡിങ്സിൻ്റെ ഏരിയാസ് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഇമേജ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതാണ്. സോ ആ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു വിൻഡോസ് ഇല്ലേ, ഈ വിൻഡോസാണ് ഇവിടെ കൊടുത്തേക്കണേ. സോ അതിൻ്റെ എഡ്ജസ് കണ്ടോ, പിന്നെ ആ റോഡിൻ്റെ എഡ്ജസ്. സോ അത് ബ്ലറാക്കിയാലും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പോർഷൻസ് ഈ ക്യാനി എഡ്ജിൽ ഡിറ്റക്ട് ചെയ്യും. സോ അത് നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? കൺഫ്യൂസിങ് ആണോ? അത് ഈ പിക്ചേഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഈ ബിൽഡിംഗ് ഇല്ലേ, ഈ ഒരു ബിൽഡിങ് കഴ്സർ കാണുന്നുണ്ടോ? ഈ ബിൽഡിങ്ങിൻ്റെ എഡ്ജസ് എവിടെ വരിക? ഇതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ എവിടെയല്ലേ വരിക? കുറച്ച് ഷാർപ്പായിട്ടുള്ള ഏരിയാസ് ഇവിടെ കാണുന്നില്ലേ? ഈ ടോപ്പിൽ ബിൽഡിങ്ങിൻ്റെ ടോപ്പാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ആ ഒരു എഡ്ജായിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യുക. എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരുന്നത്? ഹൊറിസോണ്ടൽ എഡ്ജസ് വരുന്നുണ്ട്, വെർട്ടിക്കൽ എഡ്ജസ് വരുന്നുണ്ട്, അങ്ങനെ ഷാഡോസ് വരുന്നുണ്ട്, ഹൈലൈറ്റ്സ് വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് വരുന്നുണ്ട്. സോ ഈ ഇമേജിൻ്റെ ടോട്ടൽ എഡ്ജ് അല്ല ഡിറ്റക്ട് ചെയ്യുന്നത്, അതിലുള്ള ഒബ്ജക്ട്സിൻ്റെ
എഡ്ജ് ഡിറ്റക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൻ്റെ എഡ്ജ് എവിടെയൊക്കെ വരണേ, ഈ ഒരു റീജിയണിൽ വരുന്നുണ്ട്. പിന്നെ ഈ താഴത്തേക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വിൻഡോസിൻ്റെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ റോഡിൻ്റെ എഡ്ജ് വരുന്നത് ഇവിടെയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലാണ് റോഡിൻ്റെ എഡ്ജുകൾ വരുന്നത്. രണ്ട് സൈഡുകളില്ലേ, രണ്ട് സൈഡ് ആ ഷാർപ്പറായിട്ടുള്ള സൈഡ്സ് ആണ് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അതിൻ്റെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. സോ ഈ ഷാർപ്പറായിട്ടുള്ള എഡ്ജസ് ഇല്ലേ, അതാണ് അവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ഒറിജിനൽ ഇമേജിനെ ബ്ലർ ആക്കിയാലും സ്റ്റിൽ അവിടെ ആ ഒരു എഡ്ജസ് കാണിക്കും. ചെറിയ രീതിയിൽ നമ്മൾ ബ്ലർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഡെപ്ത്. അപ്പോൾ സ്റ്റിൽ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്ന് നോയ്സ് റിമൂവ് ആയി പോയിക്കോളും. ആ നല്ല ഷാർപ്പായിട്ടുള്ള ഏരിയാസ് മാത്രമേ അവിടെ പിന്നെയും കാണുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലർ ആക്കി കഴിഞ്ഞിട്ടും ഈ ഇമേജിൻ്റെ എഡ്ജസ് കാണുന്നില്ലേ. സോ ആ ഒരു എഡ്ജസ് ആണ് ഈ ക്യാനി എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ എഡ്ജസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ കൈൻഡ് ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് പോളുണ്ട്, അതും കാണിക്കുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ എഡ്ജ്, ഈ എഡ്ജ് ഇവിടെയും വിസിബിൾ അല്ലേ. ആൻഡ് ഇവിടെ കുറച്ച് ഫെയ്ഡഡ് ആണ്, അതുകൊണ്ട് ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഇങ്ങോട്ട് ഫൈൻഡ് ചെയ്യുന്നില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് പോയിട്ടുള്ള ഏരിയാസ് ആണ് കുറച്ചുകൂടി ഡാർക്കറായിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കൈൻഡ് ഓഫ് കുറച്ച് ഡാർക്കർ ഏരിയാസ് ഉണ്ട്. സോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ക്ലിയർ ആയോ? സോ ബ്ലറിങ് കഴിഞ്ഞാലും ഈ ഒരു ഡിറ്റക്ഷൻ നടക്കാൻ പറ്റുന്ന ഏരിയാസ് മാത്രമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഏരിയാസ് എഡ്ജസിൻ്റെ. അതിൻ്റെ ഇടയിൽ അങ്ങനെ ബ്ലർ ആവുമ്പോൾ പോവുക എന്നുണ്ടെങ്കിൽ അത് നോയ്സ് ആണ്. പ്രോപ്പർ എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ മിസ്സായി പോകാനും ചാൻസ് ഉണ്ട്. പക്ഷെ നോർമലി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ബ്ലർ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ രണ്ട് ത്രഷോൾഡ് സെറ്റ് ചെയ്യും. ത്രഷോൾഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടലി 0 to 255 വരെയാണല്ലോ പിക്സൽ വാല്യൂസ് വരുന്നത്. പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതില് പിക്സലിന്റെ വാല്യൂ, ഇവിടെ കൊടുക്കുന്ന വാല്യൂ ഇല്ലേ, ഈ വാല്യൂസ്, ആ ഒരു സർട്ടൻ പിക്സലിന്റെ വാല്യൂ ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് 100 ആണ്. ഇപ്പൊ ഇവിടെ 100 എന്നുള്ളത് എവിടെയുള്ള 90 ഉണ്ട്. സോ 90 ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു എഡ്ജായിട്ട് കൂട്ടില്ല. 100 വന്നാൽ മാത്രമേ എഡ്ജായിട്ട് കൂട്ടുള്ളൂ. പിന്നെ അപ്പർ ലിമിറ്റ് എത്ര സെറ്റ് ചെയ്യണേ? 190. ഇതിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഷേപ്പ് മാറുന്ന നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ് 10 എന്നുള്ളത്. 10 to 190 കൊടുക്കുന്നത്. ആ ഷേപ്പിൻ്റെ ടോട്ടലി ഡിറ്റക്ഷൻ മാറിയില്ലേ, അത് ആ പിക്സൽസ് റെപ്രസെൻ്റ് ചെയ്യുന്ന മാറിയോണ്ടാണ് അങ്ങനെ വരുന്നത്. ആ ഡിറ്റക്ഷൻ്റെ അക്യുറസി ടോട്ടലി ഡ്രോപ്പ് ആവും. ഡ്രോപ്പ് ആവാൻ ഇൻ ദ സെൻസ് നമ്മൾ സെറ്റ് ചെയ്തത് 10 എന്നുള്ള വാല്യൂ വരിക എന്നുണ്ടെങ്കിൽ അതിനെ എഡ്ജസ് ആക്കിയിട്ട് ഡിറ്റക്ട് ചെയ്യാം. അതാണ് കൊടുത്തത്. അപ്പോൾ അതിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ വേറെ ഇമേജ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ ഒരു ഇമേജ് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള എന്തായിരിക്കും വരുന്നത്. അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ ഒരു അപ്പർ ലിമിറ്റ് കൂടി സെറ്റ് ചെയ്യും, 190 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു 190 എന്നുള്ളതിൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തു. സോ ഈ പിക്സൽ വാല്യൂവിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിലുള്ളതാണ് എഡ്ജസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ താഴത്തേക്ക് വരുന്നത് അത്ര കോൺട്രാസ്റ്റോ ബ്രൈറ്റ്നസ്സോ ഇല്ലാത്തത് ഡിറ്റക്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? പിന്നെ അതിൻ്റെ സൈസ് കൊടുക്കുന്നു.
നേരത്തെ ഷോ ചെയ്യിപ്പിച്ച പോലെ സി മാപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. എഡ്ജ് ഡിറ്റക്ഷൻ plt.show. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ എത്ര എഡ്ജ് പിക്സൽസ് ഉണ്ട്, ടോട്ടൽ പിക്സൽസ് എത്രയുണ്ട്, ആൻഡ് എഡ്ജ് ഡെൻസിറ്റി എത്ര വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ അത്. സോ എഡ്ജ് പിക്സൽസ് ഇപ്പോൾ ടോട്ടൽ ഇമേജിൽ ഇത്രയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത എഡ്ജസ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത്. എഡ്ജ് പിക്സൽസ് ഈക്വൽ ടു np.count നോൺ സീറോ. നമ്പർ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് കൗണ്ട് നോൺ സീറോ. നോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ സീറോസ് വരാൻ ചാൻസ് ഉണ്ട്. എവിടെയാണോ സീറോ വരുന്നത്, ഇതിലിപ്പോൾ സീറോ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ലാത്ത പിക്സൽസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് കൗണ്ട് നോൺ സീറോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, CV2 തൊട്ട് ഈ ത്രഷോൾഡിൻ്റെ മേലേക്കും താഴേക്കുള്ള വാല്യൂസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ പാസ് ചെയ്യുക, അതിൽ നോൺ സീറോ ആയിട്ട് വരുന്ന എഡ്ജസ് കളക്ട് ചെയ്യുക. ഇപ്പോൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല എന്നല്ലേ. അപ്പോൾ എഡ്ജസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്ജസിൻ്റെ വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ പിക്സൽസ് ഈക്വൽ ടു എഡ്ജസ് ഡോട്ട് സൈസ്. സോ അതിൻ്റെ ടോട്ടൽ ഇതിലേക്ക് എത്ര പിക്സൽസ് അത് എഡ്ജസ് ആയിട്ട് വരുന്നുണ്ടെന്ന്. എഡ്ജസ് ഡോട്ട് സൈസ് 22,500. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, 150 × 150 22,500. ആ 150 × 150 വിഡ്ത്തും ഹൈറ്റും 22,500 പിക്സൽസ് ആണ് ആകെ വരുന്നത്. ഇപ്പോൾ എഡ്ജസ് എന്ന് പറഞ്ഞിട്ട് ആ ബ്ലറിൽ എഡ്ജസ് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ടോട്ടൽ പിക്സൽസിൻ്റെ കൗണ്ടാണ് 22,500. എഡ്ജ് പിക്സൽസ് അതിൽ എത്ര എണ്ണം വരുന്നുണ്ടെന്ന്, അതായത് ഈ ഇത്രയും സെലക്ട് ചെയ്തല്ലോ, അതിൻ്റെ ഡെപ്താണ് ഇത് കൊടുത്തായിരുന്നത്. ഇത് കൂട്ടിയിടുക എന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ സീറോ കൊടുത്ത അവിടെയൊക്കെ ഹൈ ആക്കി ഇടുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ആ എഡ്ജ് പിക്സൽസ് എത്ര വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, എഡ്ജ് പിക്സൽസ് ടോട്ടൽ പിക്സൽസിൽ എത്ര ശതമാനം വരുന്നുണ്ട്. അപ്പോൾ എഡ്ജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് 4 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരെ അതിനെ പ്രിൻ്റ് ചെയ്യിക്കുക. പിന്നെ നമ്മൾ എന്താണ് അടുത്തത് കോണ്ടോർ ഡിറ്റക്ഷൻ എന്ന് പറയും. കോണ്ടോർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡ്സിൽ, ഈ എഡ്ജസിൻ്റെ സൈഡ്സിൽ അതിൻ്റെ ആക്ച്വൽ ഒബ്ജക്ട്സും ആൻഡ് റീജിയൻസും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് കോണ്ടോർ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിയൽ ഒബ്ജക്റ്റ് ലോക്കലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഡ്ജസ് വരെ ഡിറ്റക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ, ഇതിപ്പോൾ ഒരു ഷാർപ്പറായിട്ടുള്ള പിക്സൽസ് ആയിട്ടായിരിക്കും വരുന്നത്. സോ കുറച്ചുകൂടി സ്മൂത്തറായിട്ടുള്ള ഏരിയസ് ആയിരിക്കും ചില സ്ഥലത്ത് വരുന്നത്, അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണ്ടോർ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജസ് വരെ ക്ലിയർ ആണോ? ഇനി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് കോണ്ടോർസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ്. ഓബ്ജക്ട്സിൻ്റെ ഒരു കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. സോ കോണ്ടേഴ്സ് ആൻഡ് ഹയറാർക്കി ആൻഡ് CV2.find കോണ്ടേഴ്സ് എഡ്ജസിൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് CV2.retrieve external. റിട്രീവ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷാർപ്പറായിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ സ്മൂത്തറായിട്ടുള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പും കൂടി ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ ഇത് എഡ്ജസ് ആ ഒരു ഷാർപ്പർ ഏരിയാസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ഇമേജിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമുക്കിത് ഷാർപ്പർ ഏരിയാസ് അല്ലാണ്ട് ഏതെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ട്, ഇപ്പോൾ ഒരു വളഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അതിൻ്റെ ഒരു ഷാർപ്പർ ഏരിയ മാത്രമേ ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ ആ ഒരു ഏരിയയും കൂടി കറക്റ്റ് ഈ കോൺവെക്സ് ടൈപ്പ് ഇല്ലേ, ലെൻസിൻ്റെ ടൈപ്പ്, ആ ഒരു ടൈപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി അതിൻ്റെ എഡ്ജസും ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുക. സോ റിട്രീവ് എക്സ്റ്റേണൽ അതും കൂടി യൂസ് ചെയ്യുക. ആൻഡ് CV2.chain approximate സിമ്പിൾ, ആ ഒരു കണ്ടിന്യൂഷനുള്ള എഡ്ജസ് മാത്രം. ഇപ്പോൾ ഇവിടെ കോൺവെക്സ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും
അതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്ന ഒരു ടൈപ്പ് മാത്രമാണ് കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചെയിൻ അപ്രോക്സിമേറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്താണ് പ്രിൻറ്റ് നമ്പർ ഓഫ് കോണ്ടേഴ്സ്, ലെങ്ത് ഓഫ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എത്ര ഷേപ്പ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് 72 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. സോ ഡ്രോ ഓൾ കോണ്ടേഴ്സ്. സോ ഇവിടെ ആ ഒരു ഡിഫറെൻറ്റ് ഷേപ്സ് ഇല്ലേ, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ആണ് വരുന്നത്, കുറച്ചുകൂടി ഷേപ്സ് ആണ് വരുന്നത്. ഈ ഉള്ളിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ചെയ്യുന്നത്. നമ്മളെന്താണ് ടോട്ടൽ ഒബ്ജക്ട്സിൻ്റെ ആ ഒരു കോണ്ടേഴ്സിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന 72 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡ്രോ ഓൾ കോണ്ടേഴ്സ്, ഡിറ്റക്ട് ആക്ച്വൽ ഒബ്ജക്ട്സ് ആൻഡ് റീജിയൻസ് ഇൻ ദി ഇമേജ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് ബോക്സസ് മാനുവലി. സോ ആക്ച്വൽ ഒബ്ജക്ട്സും റീജിയൻസും ഒക്കെയാണ് അവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്. അതിനാണ് ഈ കോണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യുന്നത്. സോ കോണ്ടർ ഇമേജ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് കോപ്പി എന്ന് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഇപ്പോൾ നമ്മുടെ ആക്ച്വൽ ആ പിക്ചർ ഉള്ളത്. ഇപ്പോൾ ഈ ഇമേജിൽ ഡയറക്റ്റ് കൊടുക്കുകയാണെന്ന് വയ്ക്കുക, കോപ്പി എടുക്കാണ്ട് കൊടുക്കുകയാണെന്ന് വയ്ക്കുക. സോ ഈ ഇമേജ് ഇപ്പോൾ 19,965 പാസ് ചെയ്തത്, ഈ ഒരു ഇമേജാണ് പാസ് ചെയ്ത് വയ്ക്കുക. ഈ ഇമേജ് പാസ് ചെയ്തതിൽ ഞാനിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ഈ ഇമേജിൽ. അപ്പോൾ ഈ ഇമേജാണ്, ഒറിജിനൽ ഇമേജാണ് ആക്ച്വലി ആ ഒരു ചേഞ്ചസ് വരിക. ഇപ്പോൾ ഡിക്റ്റഡ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആക്ച്വൽ ഇമേജിലാണ് ചേഞ്ച് വരിക. അപ്പോൾ 19,965 എന്നുള്ള ഇമേജ് ഈ ഇമേജായിട്ട് മാറും. ഈ യെല്ലോ ബോക്സസ് ഒക്കെ ഉള്ള ഇമേജസ് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ആവും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇമേജ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ വിഷൻ ഡോട്ട് CV2 ഡോട്ട് ഡ്രോ കോണ്ടേഴ്സ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് ആ ഒരു കോണ്ടേഴ്സിൻ്റെ ലേബലും ആ ഒരു എക്സ്റ്റേണലും ഒക്കെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡ്രോ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കോൾ ചെയ്യണം. സോ കോണ്ടർ ഇമേജ് ലേബൽ ചെയ്യാനാണ് അത് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യണം. എന്ത് വെച്ചിട്ടാണ്? കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോണ്ടേഴ്സും അതിൻ്റെ ഹയറാർക്കിയും. സോ എഡ്ജസ് ഫൈൻഡ് ചെയ്യണം, എഡ്ജസിൽ യൂസ് ചെയ്യണം. ദെൻ റിട്രീവ് എക്സ്റ്റേണൽ, ആ ഷേപ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണം. ദെൻ ചെയിൻ കണ്ടിന്യൂസ് ഉള്ളത് കളക്ട് ചെയ്യണം. സോ ആ കോണ്ടേഴ്സ് അപ്ലൈ ചെയ്യാം. ദെൻ എന്താ ചെയ്യണേ? -1 എന്ന് പറഞ്ഞിട്ട്, -1 എന്ന് പറഞ്ഞാൽ എന്താ? 0, 1, 2 3 ചാനൽസ് ആണുള്ളത്. സോ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം 1 by 1 ചെക്ക് ചെയ്യണം. സോ ഓരോ ചാനലിലും അത് ചെക്ക് ചെയ്യണം. അതിനാണ് -1 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ചാനലുണ്ട്? 3 ചാനലാണ് ഉള്ളത്. 255, 255, 0 റാൻഡംലി കൊടുക്കുകയാണ്. RGB എന്നുള്ള ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ 255 ആറിലും കൊടുത്തിട്ടുണ്ട് വാല്യൂ. രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ബ്ലൂവിൽ 255 കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടി 255 കൊടുത്താൽ എന്താവും? വൈറ്റ് ആവും. അത് വൈറ്റാണ് ആവുക കളർ. കണ്ടോ? വൈറ്റിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടെ മാറ്റിയിട്ട് ഞാൻ ബ്ലൂ കൊടുക്കുന്നില്ല, അല്ല ഗ്രീനും കൊടുക്കുന്നില്ല, റെഡും ബ്ലൂവും മാത്രം കൊടുക്കുന്നു. ഈ ഒരു പിങ്ക് കളറാണ് വരിക. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ കളർ വരിക. 255 നേരത്തെ പോലെ കൊടുക്കുകയാണ്, യെല്ലോ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 0 യെല്ലോ ആയിട്ട് വന്നു. സോ ആ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് വരിക. ഇവിടെ വേറെ വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. സോ അടുത്തത് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഡെപ്താണ്. ഡെപ്ത്ത് ഇപ്പോൾ 5 ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നോക്കുക, ആണോ ആ ഒരു എഡ്ജിൻ്റെ ഇതൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്.
ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ 1 or 2 ആണ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തത്. റീജിയൻസ് വരയ്ക്കുന്നത് ചെറിയ ഒരു വിഡ്ത്തിലോട്ട് ഷ്രിങ്ക് ചെയ്തു. ദെൻ plt.figure ഫിഗ് സൈസ് 8x8 I am show counter image ആൻഡ് ടൈറ്റിലും ആക്സസും ഷോ ചെയ്യും. ക്ലിയർ ആയോ? കൗണ്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്ട്സ് ആ ഷേപ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എഡ്ജസ് മാത്രമല്ലാണ്ട് ഇതിൽ ചിലപ്പോൾ കുറച്ചുകൂടിയും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ കാർസിൻ്റെ ഒക്കെ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആ കാർസിൻ്റെ എഡ്ജസ് മാത്രം ഡിറ്റക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറേ ഭാഗങ്ങൾ മിസ്സാവും നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ പാറ്റേൺസും കാര്യങ്ങളും ഈ ടയറിൻ്റെ ഒരു പാറ്റേൺസ് ഇതൊക്കെ കൂടി ഡിറ്റക്ട് ചെയ്യാനാണ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? സോ ഇത് ഡിറ്റക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സും വൈയും ഇൻ്റർസെപ്ഷനിലാണല്ലോ ഈ പോയിന്റ്സ് വരിക. ഇമേജിൻ്റെ അത് വിഡ്ത്ത് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും. പിന്നെ നമുക്കൊരു മൂന്നാമത് ചാനൽസ് ആണുള്ളത്. അപ്പോൾ എക്സിൽ ഇപ്പോൾ എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 20,30 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സിൽ 20 അങ്ങോട്ട് നീക്കിയിട്ട് വൈ എന്നുള്ള ആക്സിസിൽ 30 എന്നുള്ളത് വരണം. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ അങ്ങനെ തന്നെയാണ് 2010 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2110. അടുത്തത് ഇപ്പോൾ അതിലൊരു ചെയിൻ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളതുണ്ടായിരുന്നില്ലേ. കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ചെയിൻ അപ്രോക്സിമേറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു പോയിന്റ്സ് കിട്ടുമല്ലോ, എവിടെയൊക്കെയാണ് വരുന്നത് പിക്സൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ അതിൽ 20,10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20, വൈൻ്റെ വാല്യൂ 10. അടുത്ത പോയിന്റ് എവിടെയാണ്? 21ഉം 10ഉം 22ഉം 11ഉം. അപ്പോൾ ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇതാണ് ഒരു പിക്സലിൻ്റെ പോയിന്റ് 2010. അടുത്ത പിക്സൽ എവിടെയാണ്? 2110 ഇവിടെ വരും. അതിൻ്റെ അടുത്ത പിക്സൽ എവിടെയാണ്? കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് 2211. അങ്ങനെ ഓരോ പോയിന്റും കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബോക്സസ് അവിടെ ബിൽഡ് ചെയ്ത് വരുന്നത്. ഈ യെല്ലോ ബോക്സസ് ഇല്ലേ ഓരോന്നിൻ്റെ ചുറ്റും. ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് ബോക്സസ് അല്ല, ഓരോ പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നതിനെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? അതെ. അതിൻ്റെ ഓർഡർ വരുന്നത് ടേക്ക് ഫസ്റ്റ് പോയിന്റ്, ഡ്രോ ലൈൻ ടു സെക്കൻഡ് പോയിന്റ്, ഡ്രോ ലൈൻ ടു തേർഡ് പോയിന്റ് ആൻഡ് ഡ്രോ ലൈൻ ടു ഫോർത്ത് പോയിന്റ്. അങ്ങനെ n നമ്പേഴ്സ് ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. അതിന് ഡ്രോ ചെയ്യുക ആൻഡ് റിട്ടേൺ ടു ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അതാണ് കണക്ട് ചെയ്യുക. സോ അതിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒബ്ജക്ട്സ് അതിലുണ്ടാവും. ഒരു മരം ഉണ്ടാവും, ചിലപ്പോൾ ഒരു വണ്ടി ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഹൗസ് ഉണ്ടാവും. സോ ആഫ്റ്റർ ഡ്രോയിങ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനെ മാത്രമായിരിക്കും അവിടെ പോയിന്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എം ടി സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എം ടി സ്പേസ് ആണ്. ഒബ്ജക്റ്റിൻ്റെ പല ഒരു ഷേപ്പിലാണ് അത് പോയിന്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പോയിന്റ് ചെയ്യും. റണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞൊരു ഇമേജാണ്. 150x150 പിക്സലേ ഉള്ളൂ. കുറച്ചുകൂടി കൂടുക ഒരു 512x512 ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും ഒബ്ജക്ട്സ് ആണോ അല്ലയോ ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ ഇതിൽ വിൻഡോസും ഇതൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, പെഡസ്ട്രിയൻസ് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, യാത്രക്കാരെ. സോ ആ ഒരു രീതിയിലാണ് വരിക. സോ ആദ്യം ഒബ്ജക്ട്സ് മാത്രമായിട്ട് കിടക്കുന്നുണ്ടാവും. ആ ഡ്രോയിങ് കഴിയുമ്പോൾ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ്, എം ടി സ്പേസിനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നടക്കും. സോ നമ്മൾ ബൗണ്ടിങ് ബോക്സസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഈ ഫൈൻഡ് ചെയ്ത എഡ്ജസും അതിൻ്റെ ഒബ്ജക്ട്സും ഇതൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ബോക്സസ് ആയിട്ട് അതിനെ ബൗണ്ട് ചെയ്യാണ്. ടോട്ടലി അക്യുറേറ്റ് ആണെന്നൊന്നുമില്ല, സ്റ്റിൽ കുഴപ്പമില്ലാണ്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഓരോ സെപ്പറേറ്റ് ഒബ്ജക്ട്സ് നമുക്ക് 72 എന്താണ് കൗണ്ടേഴ്സിൻ്റെ ഇത് വന്നത്. അപ്പോൾ
കോണ്ടേഴ്സ് അല്ല കോണ്ടേഴ്സ് അങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്പറാണ് അവിടെ ഓരോ ബോക്സ് ആക്കിയിട്ട് കൊടുത്തേക്കണേ, ഡിറ്റക്ട് ചെയ്ത ഓരോ ഒബ്ജക്റ്റും. സോ ബി ബോക്സ് ബൗണ്ടിങ് ബോക്സസ് ഇമേജ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് കോപ്പി. ഇതിലും അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, സെയിം ഇമേജിലോട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫോർ കോണ്ടർ ഇൻ കോണ്ടേഴ്സ്, കോണ്ടേഴ്സിൽ എന്താണ് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഡിറ്റക്ട് ചെയ്തത് ഓൾറെഡി ആ പാസ് ചെയ്ത ഡാറ്റ ഉണ്ടാവും. എക്സ് കോമ വൈ കോമ ഡബ്ല്യു കോമ എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ പോയിന്റ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ. എക്സിൽ ഇത്ര 20 10 എന്നൊക്കെ പറഞ്ഞില്ലേ, എക്സിൽ ഇത്ര വൈയിൽ ഇത്ര പിന്നെ അടുത്ത രണ്ടാം ചോദ്യം വിഡ്ത്തും ഹൈറ്റും ആണ്. അത് എത്ര ഹൈറ്റിലും വിഡ്ത്തിലുമാണ് ഈ ഒരു ബോക്സ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, എക്സിൽ ഇത്ര നീക്കിയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ്സിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എക്സ് കോമ വൈ, വൈയിൽ ഈ ഒരു ആക്സിസിൽ ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും, ഒരു പോയിന്റ് ഫൈൻഡ് ചെയ്യുക. എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 20 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആദ്യം അത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് എത്ര ഹൈറ്റിൽ വരയ്ക്കണം, 20 10 എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ പിന്നെ നോക്കുന്നത് വിഡ്ത്തും ഹൈറ്റും, ഈ ബോക്സിന് എത്ര വിഡ്ത്ത് വേണം. പിന്നെ നോക്കുന്നത് ഹൈറ്റ്. സോ ആ 20 10 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിഡ്ത്ത് ഇങ്ങോട്ട് എത്ര വരും ആൻഡ് ഹൈറ്റ് എത്ര വരും. അങ്ങനെയാണ് ഈ ഒരു ബോക്സസ് ബിൽഡ് ചെയ്യുക. ദെൻ CV2 ഡോട്ട് ബൗണ്ടിങ് റെക്റ്റാങ്കിൾ, ബൗണ്ടിങ് ബോക്സസിലുള്ള CV2 ബൗണ്ടിങ് ബോക്സസ് ക്രിയേറ്റ് ചെയ്യുക. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ക്രിയേറ്റ് ചെയ്യുക, ആ ഡാറ്റയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ CV2 ഇനി അത് ബോക്സ് ചെയ്യാണ്. CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ബൗണ്ടിങ് ബോക്സ് ഇമേജ് എക്സ് കോമ വൈ എക്സ് പ്ലസ് ഡബ്ല്യു വൈ പ്ലസ് എച്ച്. പിന്നെ ഏത് കളറിലാണ് പാസ് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്നുള്ള പോയിന്റിൽ നിന്ന് വിഡ്ത്ത് എടുക്കുക. ഇപ്പോൾ ഇവിടെ എക്സ് എന്നുള്ള പോയിന്റ് 20 ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്താ കൊടുത്തേക്കണേ, വൈ പ്ലസ് എച്ച്, വൈ എന്നുള്ള പോയിന്റിൽ നിന്ന് ഹൈറ്റും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈ എന്നുള്ള പോയിന്റിൽ നിന്ന് ഹൈറ്റും അങ്ങോട്ട് താഴത്തേക്ക് കണക്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ദെൻ 255 255 0, നേരത്തെ ഏത് കളറാണ് എടുക്കേണ്ടതെന്നുള്ളത് ആൻഡ് ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. 205 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹൈ ആയിട്ട് വരും. ദെൻ സൈസും ഇമേജ് ഷോ ബി ബോക്സ് ഇമോജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആക്സസ് ഓഫ് ഷോ എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മളെന്താണ് ആ ഒരു കൗണ്ടേഴ്സ് അത്ര വലിയ വാല്യൂസ് ആയിരിക്കില്ല, അതുകൊണ്ട് അതിൻ്റെ നോയ്സ് ഇഗ്നോർ ചെയ്ത് കളയുകയാണ്. കീപ്പ് ഓൺലി ഇമ്പോർട്ടൻറ്റ് വൺസ്. അതായത് ഈ ഹോളോ സ്പേസസ് ഉണ്ടാവില്ലേ, കണക്റ്റ് ആവാത്ത ഹോളോ സ്പേസസ്, ആ സ്പേസസ് കളയാനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഇഗ്നോർ നോയ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെയ്യുന്നത് ഫിൽറ്റേർഡ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. എഗെയിൻ ഇമേജിന് കോപ്പിയാണ്. കൗണ്ട് ഈക്വൽ ടു 0. ഫോർ കോണ്ടോർ ഇൻ കോണ്ടേഴ്സ് ഏരിയ ഈക്വൽ ടു കമ്പ്യൂട്ടർ വിഷൻ ഡോട്ട് കോണ്ടോർ ഏരിയ കൗണ്ടർ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ ഭയങ്കര ചെറിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റായിട്ട് കൂട്ടേണ്ട കാര്യമില്ല, ഹോളോ സ്പേസസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട്, ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഒരുപാട് ചെറിയ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലാത്ത വാല്യൂസിനെ മാത്രം കളക്ട് ചെയ്യുക. CV2 ഡോട്ട് കൗണ്ടർ ഏരിയ, ഈ ബോക്സ് ഇതിൻ്റെ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ കൗണ്ടർ ഏരിയ കൗണ്ടർ, അതിൻ്റെ ഏരിയ ഓരോന്നിനെയും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യാണ്. ഇഫ് ഏരിയ ഗ്രേറ്റർ ദാൻ 150, ഈ ഒരു ബോക്സിൻ്റെ ഏരിയ 150 വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 150 വരുന്നുണ്ടെങ്കിൽ ഈ കൗണ്ട് ഇൻക്രീസ് ചെയ്യുക. കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ടോട്ടൽ കൗണ്ടേഴ്സ് എത്ര വന്നായിരുന്നു, 72 ആണ്. അപ്പോൾ അതിൽ എത്ര എണ്ണം വാലിഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് എക്സ് കോമ വൈ കോമ ഡബ്ല്യു കോമ എച്ച് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ അത് പോയിന്റ് ചെയ്യുക. CV2 ഡോട്ട് ബൗണ്ടിങ് റിലേറ്റ് കൗണ്ടർ ഗ്രേറ്റർ ദാൻ 150 വരുന്നത് മാത്രം വരയ്ക്കുക. ആൻഡ് നേരത്തെ യൂസ് ചെയ്ത CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ഫിൽറ്റേർഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫിൽറ്റേർഡിലാണ്
ഈ ഗ്രേറ്റർ ദാൻ 150 വരുന്നത്. ദെൻ എക്സ് കോമ വൈ നേരത്തെ ചെയ്ത പോലെ എക്സ് പ്ലസ് ഡബ്ല്യു വൈ പ്ലസ് എച്ച് ആൻഡ് ഒരു കളറിൽ പ്ലോട്ട് ചെയ്യും. ഗ്രേറ്റർ ദാൻ 150 വരുന്നത് മാത്രമാണ് എടുക്കുന്നത്. 2 എന്നുള്ളത് ഇവിടെ പാസ് ചെയ്യുന്ന 1 എന്നുള്ള പാസ് ചെയ്താലും ഒരു സ്മൂത്തറായിട്ടുള്ള ഏരിയ മാത്രം കിട്ടും. സോ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് വരണം എന്നില്ല. കാരണം നമ്മൾ പ്രീ ട്രെയിൻഡ് അല്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നിന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, ബോക്സിങ് ചെയ്യുന്നത്. സോ അതിൻ്റെ സൈസ് പാസ് ചെയ്യുന്നു. ഫിൽറ്റേർഡ് ഒബ്ജക്ട്സ് എത്ര ഫിൽറ്റേർഡ് ഒബ്ജക്ട്സ് 150 ഏരിയയിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മതി. ഇതിൽ ഒബ്ജക്ട്സ് ഒന്നും വരുന്നില്ല. 50 കൊടുക്കുക എന്നുണ്ടെങ്കിൽ 50 ആണ് സർഫേസ് ഏരിയ കൊടുക്കുന്നത്. 2 ഒബ്ജക്ട്സ് വരുന്നുണ്ട്, ഒരു നമ്പർ പ്ലേറ്റും വരുന്നുണ്ട്, കൈൻഡ് ഓഫ് തിങ്സ് അങ്ങനെ വരും. സോ അതിൻ്റെ ഏരിയയ്ക്ക് അനുസരിച്ചാണ് അത് വരിക. ഇപ്പോൾ കൂടുതൽ ഒബ്ജക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ ഇതിൽ 3 ഒബ്ജക്ട്സ് ആണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ചേഞ്ച് ആവുക. ദെൻ ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? അതായത് ജസ്റ്റ് ഇപ്പോൾ ആ ചതുരത്തിൻ്റെ ഏരിയ എടുക്കണു, അത് ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടുതൽ വരിക എന്നുണ്ടെങ്കിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുക. നമുക്ക് കുറേ ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു, ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുക്കുന്നതിനുള്ളൊരു ലോജിക്ക് എക്സാക്ട്ലി ഭയങ്കര നല്ല ലോജിക്കാണെന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഒബ്ജക്ട്സിൻ്റെ ആ ഒരു ഹോളോ സ്പേസും ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഒബ്ജക്ട്സ് മാത്രം ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോജിക്ക് എടുത്തു എന്നുള്ളൂ. വേറെ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആ ഒരു ഏരിയ വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. And keep this object only if its area is larger than 150 pixels. Learn why small contours are considered noise. So ഈ സ്മോൾ കോണ്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ കോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോയ്സ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. ഇപ്പോൾ ഇവിടെ നോക്കുക എന്നുണ്ടെങ്കിൽ ഇത്രയുള്ള ഒരു സ്മോൾ കോണ്ടേഴ്സ് റാൻഡമിൽ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന പോലെ ആവശ്യമില്ലാത്ത സ്പേസസ് ആയിരിക്കും, പിക്സലേറ്റഡ് ഏരിയസ് ആൻഡ് ആവശ്യമില്ലാത്ത റീജിയൻസ് ഒക്കെ ആയിരിക്കും അതെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്തിട്ട് കളയുകയാണ്. ഈ പിക്സൽ ക്വാണ്ടിറ്റി അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫൈൻഡിങ്സ് വരും. ദെൻ ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ഓഫൺ വി ഓൺലി കെയർ അബൌട്ട് ദി ഡോമിനൻറ്റ് റീജിയൻ. കുറച്ചുകൂടി എടുത്തിട്ട് വിടാം. സോ അതിൽ ലാർജസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ലാർജസ്റ്റ് ആ ഒരു ഏരിയ മാത്രമാണ് അത് എടുക്കുന്നത്. ലാർജസ്റ്റ് ഈക്വൽ ടു മാക്സ് ഓഫ് കോണ്ടേഴ്സ് കീ ഈക്വൽ ടു CVT ഡോട്ട് കൗണ്ടർ ഏരിയ. കൗണ്ടർ ഏരിയ എത്രയാണ്? 150. അതിൽ മാക്സിമം പറഞ്ഞാൽ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. സോ ലാർജസ്റ്റ് ഇമേജ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ ബൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ അപ്ലൈ ചെയ്യുക. ഈ ഫിൽട്ടർ ചെയ്തെടുത്തതിൽ ദെൻ അതിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്യുക. ലാർജസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ടായിരുന്നു, അതിൽ ലാർജസ്റ്റ് റീജിയൻ എടുക്കുകയാണ്. 150 വാല്യൂസ് വരുന്ന ബോക്സസ് ഉണ്ടായിരുന്നു, അതിൽ ലാർജസ്റ്റ് റീജിയൻ എടുക്കുക. ദെൻ PLT ഡോട്ട് ആക്സസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് PLT ഡോട്ട് ഷോ. ദെൻ അതിൻ്റെ ഏരിയ ലാർജസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് CV2 ഡോട്ട് കൗണ്ടർ ഏരിയ ഓഫ് ലാർജസ്റ്റ്. 3 ഉണ്ടായിരുന്നത്, അതിൽ ലാർജസ്റ്റ് ആണ് എടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ അറിയണം. പെരിമീറ്റർ ഈക്വൽ ടു CV2 ഡോട്ട് ആർക്ക് ലെങ്ത്ത് ലാർജസ്റ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. ദെൻ ലാർജസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാണ്. 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരെ ഫൈൻഡ് ചെയ്യാണ്. സോ 615 അതിൻ്റെ ഏരിയ വരുന്നത്. അതിൻ്റെ പെരിമീറ്റർ വരുന്നത് 1240.81. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് എക്സാക്ട്ലി ഒരു സ്ട്രെയിറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കോൺവെക്സ് ആയിട്ടുള്ള ഷേപ്സ് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺവെക്സ് അളവ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്.
ക്രിയേറ്റ്സ് ദ സ്മോളസ്റ്റ് കോൺവെക്സ് ഷേപ്പ് അറൗണ്ട് ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കൊരു ബോക്സി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഷാർപ്പർ എഡ്ജസ് ആയിരിക്കും. പക്ഷെ ഒരു ഫ്ലവർ വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഷാർപ്പർ എഡ്ജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ആകെ മാറും. അപ്പോൾ ആ ഫ്ലവർ വൈസിൻ്റെ ഷേപ്പ് തന്നെ കൊടുക്കണം അതിന്. ഇപ്പോൾ ഒരു പോട്ട് ആണെന്നുണ്ടെങ്കിലോ ഫ്ലവർ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ട് കൊടുക്കാനാണ് ഈ ഒരു കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. സോ ഹൾ ഈസ് ഈക്വൽ ടു CVT ഡോട്ട് കോൺവെക്സ് ഹൾ. ഇതിൽ എല്ലാത്തിനും ഇങ്ങനെ ഓരോ മെത്തേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ കോൾ ചെയ്യാം. CVT ഡോട്ട് IMRAID, BGR2, RGB അങ്ങനെ പറഞ്ഞിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള. അത് വെച്ചിട്ട് കോൾ ചെയ്യുന്നുള്ളൂ. സോ അതിനും ഇമേജ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. CVT ഡോട്ട് ഡ്രോ കോൺടേഴ്സ് ഹൾ ഇമേജ് എന്ന് പറഞ്ഞിട്ട് അതിന് പാസ് ചെയ്തു. ഹൾ ഇമേജിലാണ് ഇമേജ് ഡോട്ട് കോപ്പി ഉള്ളത്. സോ ഡ്രോ കോൺടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് പാസ് ചെയ്തു. ഹള്ള് -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലിലും 1 by 1 അപ്ലൈ ചെയ്യണം. അതിനാണ് ചെക്ക് ചെയ്യാനാണ് -1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണം. ദെൻ കളർ ഏതാണെന്ന്, ഇപ്പോൾ 6 മാത്രമാണ് വാല്യൂസ് വരുന്നത്, അതുകൊണ്ട് 255 6 മാത്രം കൊടുത്തു. പിന്നെ അതിൻ്റെ ഡെപ്ത് എത്ര വരണം എന്നുള്ളത്, ഈ ഒരു സൈസ് ഇല്ലേ അത് എത്ര വരണം എന്നുള്ളത്, എത്ര വിഡ്ത്തിൽ വരണോ ചെറുതായിട്ട് വരണോ എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. പിന്നെ സൈസ് IM ഷോ കൊടുക്കുന്നു കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത എന്താണ്, നമ്മൾ എല്ലാ സ്റ്റേജും കമ്പയർ ചെയ്യാണ്. ഇത് അറിയാമായിരുന്നില്ലേ, ആക്സസ് 00 IM ഷോ ഡോട്ട് ഇമേജ്, അതിൻ്റെ നെയിം വെച്ച് കോൾ ചെയ്യും. ഇമേജിൽ ഒറിജിനൽ ഇമേജ് ഉണ്ടായിരുന്നു. ദെൻ ആക്സസ് 01 എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ആകെ 6 എണ്ണമാണ്. 6 എണ്ണത്തിനും ഇപ്പോൾ ആക്സസ് 1ൽ 0 എന്ന് പറയുമ്പോൾ ഏതാ 0th ആക്സസ് ആൻഡ് ഫസ്റ്റ് ആക്സസ്, അതിൽ 1ൽ ആദ്യത്തെ ഇൻഡെക്സ് അതാണ് പാസ് ചെയ്യുന്നത്. സോ ആക്സസ് 0ൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത്, ആൻഡ് അതിൽ ആദ്യത്തെ 0. ദെൻ സെറ്റ് ടൈറ്റിൽ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് അടുത്തതിൻ്റെ 01 വരുമ്പോൾ ഏതാണ്, ഈ ഒരു ഇമേജാണ്. അതിൻ്റെ ഏതാ പാസ് ചെയ്യേണ്ടത് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജാണ്. അടുത്തത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. അടുത്തത് എഡ്ജസ് ആണ്. അടുത്തത് കൗണ്ടർ ഇമേജ് ആണ്. ദെൻ അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്താണ് ഏറ്റവും ലാസ്റ്റത്തേൽ ചെയ്യേണ്ടത്. സോ നമ്മളെല്ലാ സ്റ്റെപ്പും കൂടി ഇതിലേക്ക് ഇട്ടു. ഫോർ റോ ഇൻ എക്സ്, ഫോർ കോളം ഇൻ റോ, കോളം ഡോട്ട് ആക്സസ് ഓഫ്. അതിൽ വേറെ ഉള്ളതൊന്നും പ്രിൻ്റ് ചെയ്യിക്കാനോ ഒന്നുമില്ല, അതുകൊണ്ടാണ് ചെയ്തത്. ദെൻ PLT ഡോട്ട് ടൈറ്റിൽ ലേഔട്ട്, അതിന് അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. And clearly see how each processing step transforms the image edge density by class. Now transition from pre-processing a single image to analyzing the entire dataset. This introduces feature engineering before CNNs. So ഈ CNNs പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫീച്ചർ എഞ്ചിനീയറിങ് ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളെന്താണ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്തു. ഇതിൽ ഓരോന്നും ലിസ്റ്റ് ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. ഫോർ ക്ലാസ് നെയിം ഇൻ ക്ലാസ്സസ് നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്യണം, ഡാറ്റ സെറ്റ് പാത്തും ക്ലാസ് നെയിമും. ഫയൽസ് റാൻഡം സാമ്പിൾ ഓസ് ലിസ്റ്റ് ഡയറക്ടറി ക്ലാസ് പാത്ത് 50 എണ്ണം സെലക്ട് ചെയ്യുക. അതിൽ റാൻഡമായിട്ട് സാമ്പിൾസ് 50 എണ്ണം സെലക്ട് ചെയ്യുക. ഡെൻസിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഫയൽ ഇൻ ഫയൽസ്, ഓക്കെ, ഫോർ ഐ ഇൻ ഫയൽസ് എന്ന് പറഞ്ഞാലും ഫയൽ ഇൻ ഫയൽസ് എന്ന് പറഞ്ഞാലും രണ്ട് തന്നെയാണ്. ഇമേജ് ഈക്വൽ ടു CVT ഡോട്ട് IMRAID, ഇമേജ് റീഡ് ചെയ്യുക എന്നുള്ളത്. OS പാത്ത് ജോയിൻ ക്ലാസ് പാത്തും ആ ഒരു ഫയൽ ഏതാണ് ഇത്, ഇങ്ങനെ വരുന്ന നെയിംസാണ് ഫയൽ. ക്ലാസ് പാത്ത് എവിടെയാണ്, സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ ഏതാണോ ക്ലാസ് എടുത്തത്, ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ റാൻഡം ആയിട്ടുള്ള ഇമേജസാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു മെത്തേഡ്സ് ഓരോന്നായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. ഗ്രേ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രേ ഈക്വൽ ടു CVT ഡോട്ട് കൺവേർട്ട് കളർ BGR2 ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്ലർ ആക്കാൻ വേണ്ടിയിട്ട് ഗോസിയൻ ബ്ലർ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്സ് 5x5 കേർണൽ യൂസ് ചെയ്യുക, 0 അപ്ലൈ ചെയ്യുക. എഡ്ജസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാനിങ് എഡ്ജ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുക. ത്രഷോൾഡ് സെറ്റ് ചെയ്യുന്നത് 100 190 യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് യൂസ് ചെയ്യുക. ദെൻ ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്നത് ഡെൻസിറ്റി ഈക്വൽ ടു NP ഡോട്ട് കൗണ്ട് നോൺ സീറോ എഡ്ജസ് ബൈ എഡ്ജസ് സൈസ്. ആ ടോട്ടൽ ചെക്ക് ചെയ്തില്ലേ,
ദെൻ ഡെൻസിറ്റി ഡോട്ട് അപ്പൻഡ് ഡെൻസിറ്റി റിസൾട്ട് ഡോട്ട് അപ്പൻഡ് NP ഡോട്ട് മീൻ ഓഫ് ഡെൻസിറ്റി. ആവറേജ് ഡെൻസിറ്റീസ് എത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ PLT ഡോട്ട് ഫിഗർ, ആ ഡെൻസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഫോറസ്റ്റിൽ എത്ര വരുന്നുണ്ട്, ഡെൻസിറ്റി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഏരിയ ഒക്കെ ചെക്ക് ചെയ്തില്ലേ, അതേപോലെ. സോ ആവറേജ് എഡ്ജ് ഡെൻസിറ്റി ബൈ ക്ലാസ്. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇമേജിലും ഓരോ ക്ലാസ്സിലും എത്ര കോണ്ടേഴ്സ് വരെ അല്ലെങ്കിൽ എഡ്ജസ് വരെ വരുന്നുണ്ട് എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. Then color histogram analysis. CNN learn colors automatically, but classical computer vision let us inspect them explicitly. So മറ്റത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയിരുന്നു. ഇവിടെ അതിൻ്റെ ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടർ വിഷനാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഇമേജ് ക്ലാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു. ഇത് അതിൻ്റെ മുന്നത്തെ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് പോലെയാണ് വർക്ക് ചെയ്യുക. കളർ ഹിസ്റ്റോഗ്രാം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ കളേഴ്സ് ബ്ലൂ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് RGB ഹിസ്റ്റോഗ്രാം ആണ്. ഇനിയിപ്പോൾ VGR ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ PLT ഡോട്ട് ഫിഗർ ഫിറ്റ് സൈസ് 10,5. ദെൻ ഫോർ I, കളർ ഇൻ ഇന്യൂമറേറ്റ്. ഇന്യൂമറേറ്റ് നേരത്തെ പറഞ്ഞ ഇൻഡെക്സും അതിൻ്റെ കളറും 0, 1, 2 അങ്ങനെയാണ് വരിക. സോ കളേഴ്സ്, ആ കളേഴ്സിലുള്ള ഓരോന്നും ചെക്ക് ചെയ്തു. ഹിസ്റ്റോഗ്രാം ഈക്വൽ ടു CV2 ഡോട്ട് കാൽക്കുലേറ്റ് ഹിസ്റ്റോഗ്രാം. സോ ഇമേജ് പാസ് ചെയ്യുന്നു, അതിൽ I 0 ആൻഡ് നൺ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൺ എന്ന് പറഞ്ഞിട്ടുള്ളത് പാസ് ചെയ്യുക. നണ്ണ് 0, 1, 2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ എല്ലാ ചാനൽസും അതും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. 256 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 256 വാല്യൂസാണ്. ഓരോ പിക്സലിനും നമ്മൾ ലിസ്റ്റ് ആയിട്ടാണ് പാസ് ചെയ്തത്. അപ്പോൾ ഓരോ പിക്സലിനും 256 ബിൻസ് ഉണ്ട് അല്ലെങ്കിൽ വാല്യൂസ് ഉണ്ട് ആ പിക്സൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കൗണ്ട് ഏത് റേഞ്ചിലാണ് വരുന്നത്? ഇപ്പോൾ ആ ഒരു പിക്സലിൻ്റെ വാല്യൂ 0 to 15 ആദ്യത്തെ ഒരു 15ൻ്റെ വാല്യൂസിലാണ് വരുന്നത്. ആൻഡ് അടുത്തത് എത്ര വാല്യൂസിലാണ് വരുന്നത്? അപ്പോൾ അങ്ങനെ 256 ബിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് റേഞ്ചിലാണ് അത് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ട് അത് പാസ് ചെയ്തു. 0 and 256 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ്. അപ്പോൾ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുക, 256 ആണ് മാക്സിമം. ഇത് എക്സ്ക്ലൂഡ് ചെയ്യും, പൈത്തണിൽ ചെയ്യുന്ന പോലെ 255 വരെ വരുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ പാസ് ചെയ്യില്ലേ, അതേപോലെയാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് PLT ഡോട്ട് പ്ലോട്ട് ഹിസ്റ്റോഗ്രാമും കളർ ഈക്വൽ ടു കളർ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യണം. ഹിസ്റ്റോഗ്രാമും പാസ് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു റീഡ് ചെയ്ത് പിക്സലിൻ്റെ വാല്യൂസ്, റെഡിൻ്റെ റേഞ്ചസ് എത്ര വരുന്നുണ്ട്? റെഡിൻ്റെ 3 ചാനൽ വരും എന്ന് പറഞ്ഞില്ലേ, ഓർമ്മ ഉണ്ടോ? 3 ലെയറായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഇമേജസിലും എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കണമെന്നാണ് ഓരോ ചാനലും വെച്ചിട്ട് കാണിച്ചു തന്നേക്കണേ. ഇപ്പോൾ ബ്ലൂ ഓരോ ഇമേജസിൽ എത്ര വരുന്നുണ്ട്, ഫ്രീക്വൻസി എത്ര വരുന്നുണ്ട്, ആൻഡ് പിക്സൽ വാല്യൂ എത്ര വരുന്നുണ്ട്, പിക്സൽ വാല്യൂ ഓരോന്നും എത്ര വെച്ച് വരുന്നുണ്ട് എന്നാണ് ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതിനാണ് ഈ ഒരു എല്ലാത്തിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൺ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തത്. കാൽക്കുലേറ്റ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ട്. സോ ഓരോ ഇമേജസ് ആയിട്ട് പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ കോൾ ചെയ്തിട്ട് എല്ലാ ചാനൽസും ചെക്ക് ചെയ്യുക. ദെൻ 256 ബിൻസിലായിട്ട് അതിനെ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഈ 3 ചാനൽസിൻ്റെയും എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഹിസ്റ്റോഗ്രാം അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ PLT ഡോട്ട് ഫിഗർ ഫിറ്റ് സൈസ് ഫോർ I ഇൻ റേഞ്ച് ഓഫ് 3. ഇത് ചെയ്യണമെന്നില്ല, ഇത് സെയിം തന്നെയാണ്. ഓരോ ചാനലിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കാണിച്ചു. ഇതിലിപ്പോൾ 3 കൂടി കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ ചാനൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ അത്, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ചാനൽ 1, ചാനൽ 2 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പാസ് ചെയ്തു എന്നുള്ളൂ. പിന്നെ സബ് പ്ലോട്ട് കൊടുത്തിട്ട് 1നെ 3 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് I+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 0 ആവും വരിക. അതിന് I+1 കൊടുക്കുമ്പോൾ 1 വരും. അതിൻ്റെ I+1 കൊടുക്കുമ്പോൾ 2 വരും. ഇമേജ് നൺ 250 നേരത്തെ കൊടുത്ത തന്നെ. സോ പീക്സ് ഡോമിനൻറ്റ് കളേഴ്സ് വൈഡ് ഹിസ്റ്റോഗ്രാം ഹൈ കോൺട്രാസ്റ്റ്
നാരോ ഹിസ്റ്റോഗ്രാം, ലോ കോൺട്രാസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഹൈ വാല്യൂസ് ആണ് വരുന്നെങ്കിൽ ഹൈ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഒക്കെ ആണ് വരിക. അപ്പോൾ ആ ഒരു പിക്സൽ സൈസസ് ഇപ്പോൾ 250+ ഒക്കെ വരികയെന്നുണ്ടെങ്കിൽ ഡാർക്കർ ആയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, RGB ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ കമ്പയർ ഹിസ്റ്റോഗ്രാം വേഴ്സസ് ക്ലാസസ്. അപ്പോൾ മൗണ്ടെയിനിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എത്ര ഉണ്ട്, ബിൽഡിങ്സിൽ എത്ര ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സാച്ചുറേഷൻ വാല്യൂ കുറച്ചുകൂടി ഉണ്ടെന്ന് ഞാൻ നാളെ എടുക്കാം.